എൻ്റെ പേര് രാജേന്ദ്രൻ. വീട് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് അടുത്തുള്ള ഞാങ്ങാട്രി എന്ന സ്ഥലത്താണ്. ഞാങ്ങാട്രി പറഞ്ഞ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു പ്രദേശമാണത്. അപ്പോൾ എനിക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ എന്നെ ശരിക്കും പറഞ്ഞാൽ വായനയിലൂടെയാണ് തുടക്കം എന്ന് പറയാം. വളരെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ നാട്ടിലെ വായനശാലയിൽ നിന്ന് ബാലസാഹിത്യം പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. പിന്നെ നല്ല അധ്യാപകർ, എൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഈ വായനയിലേക്കും എഴുത്തിലേക്കും നമ്മളെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരുപാട് നല്ല അധ്യാപകരുണ്ടായിരുന്നു. ഇപ്പോൾ ടി കെ നാരായണദാസ്, അതുപോലെ എം എസ് കുമാർ, ശിവശങ്കരൻ മാഷ്, മുരുകൻ മാഷ് എന്ന് പറഞ്ഞ ഒരുപാട് പേര്. അവർ കുട്ടിക്കാലം തൊട്ട് തന്നെ വായനാശീലം ഉണ്ടാക്കി. നല്ല പുസ്തകങ്ങൾ വായിക്കണം. അതുപോലെ ഈ പ്രസംഗ മത്സരം എന്നെയൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുകയായിരുന്നു. പ്രസംഗ മത്സരം സ്കൂൾ യൂത്ത് ഫെസ്റ്റിലൊക്കെ പഠിപ്പിക്കാം, നാടകം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു 80കളിലും 90കളിലും ഉണ്ടായ ഒരു വല്ലാത്തൊരു സാംസ്കാരിക മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ മാധ്യമരംഗത്തേക്ക് ആകർഷിച്ചത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ ചെറിയ ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു, ബാലസഖി. അതിൻ്റെ എഡിറ്ററായിരുന്നു ഞാൻ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിൽ കൂറ്റനാട് കേന്ദ്രീകരിച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടി ഒരു ഇല്ലൻ്റ് മാസിക തുടങ്ങി. കുഞ്ഞു മാസിക, നിളയോളം എന്നായിരുന്നു പേര്, നിളയോളം ഇല്ലൻ്റ് മാസിക. എല്ലാ മാസവും ഇറങ്ങായിരുന്നു. അതിൻ്റെ പരിസംഖ്യ പറഞ്ഞ ഒരു വർഷത്തേക്ക് 10 രൂപയുടെ 1 രൂപയുടെ 10 സ്റ്റാമ്പായിരുന്നു എന്ന് പറഞ്ഞാൽ 10 ലക്കം ഇറങ്ങുള്ളൂ. അപ്പോൾ അത് അയക്കാനുള്ള, പോസ്റ്റായിട്ട് അയക്കാനുള്ള 1 രൂപ. അപ്പോൾ അന്ന് പട്ടാമ്പി, തൃത്താല ഈ പ്രദേശത്തെ എല്ലാ കടകളിലും കയറിയിട്ട് ഞങ്ങൾ പരസ്യം ചോദിക്കുകയായിരുന്നു. അവർ 50 രൂപയുടെ പരസ്യം, 100 രൂപയുടെ രൂപ, അങ്ങനെ ഒരു 500 കോപ്പിയൊക്കെ അത് ഇറങ്ങിയിരുന്നു. അത് കേരളത്തിന് പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ ഏതാണ്ട് പഠിക്കുന്ന സമയത്തേ വേണമെങ്കിൽ പത്രാധിപരായി എന്ന് പറയാം. പിന്നെ എനിക്ക് ഈ മാധ്യമപ്രവർത്തനത്തിലേക്ക് പ്രത്യേകിച്ച് ആകർഷിക്കപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. ഞാൻ ഈ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ഈ അന്നത്തെ ഒരു സീനിയറായിട്ടുള്ള ഒരു ചേട്ടൻ ഈ റാഗ് ചെയ്യാൻ പിടിച്ചു. അപ്പം അന്നൊക്കെ നല്ല റാഗിങ് ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് എന്താ പേര് ചോദിച്ചപ്പോൾ രാജേന്ദ്രൻ. ഓ, നവാബ് രാജേന്ദ്രനാണോ ചോദിച്ചു. നവാബ് രാജേന്ദ്രനാണ്. അപ്പം നവാബ് രാജേന്ദ്രനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പക്ഷെ അതിലൂടെയാണ് ഈ നവാബ് രാജേന്ദ്രൻ എന്ന ആൾ ആരാണെന്ന് ശരിക്കും അന്വേഷിച്ചത്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കാലത്ത് നവാബ് എന്നത് വളരെ ചെറിയ പത്രമായിരുന്നു. വളരെ കുറച്ച് കോപ്പികൾ മാത്രം ഇറങ്ങിയിരുന്ന, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയൊരു പത്രമായിരുന്നു. വളരെ കുറച്ച് കോപ്പികൾ. അത് അധികകാലം അതിന് പ്രസിദ്ധീകരിക്കാൻ പോലും ആയില്ല. പക്ഷെ ആ ഒരു പത്രമാണ് 70കളിൽ ഈ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ് നേതാക്കളും തന്നെ ഈ നവാബ് പത്രം ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം അവർ ഉറങ്ങാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടിരുന്നത്. കാരണം നവാബ് എന്ത് ബോംബാണ് പൊട്ടിക്കുക. അപ്പോൾ പലർക്കും തന്നെ ആ കാലഘട്ടത്തിൽ അവർക്ക് ഇത് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. 70കളിലെ കേരള രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ചാലകശക്തി എന്ന് പറഞ്ഞാൽ നവാബ് എന്ന ഒരു ചെറിയ പത്രമായിരുന്നു. നവാബ് രാജേന്ദ്രൻ പിന്നീട് മാധ്യമപ്രവർത്തനം നിർത്തി. അദ്ദേഹം ലോ ഗ്രാജുവേറ്റ് അല്ല, പക്ഷെ അദ്ദേഹം നല്ലൊരു അഭിഭാഷകനായിരുന്നു. അതായത് LLB എടുക്കാത്ത ഏറ്റവും മികച്ച അഭിഭാഷകൻ. സ്വന്തമായിട്ട് കേസുകൾ നടത്തും. അങ്ങനെ എത്രയോ 100 കണക്കിന് വിഷയങ്ങൾ അദ്ദേഹം ഇടപെട്ട് അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും നമ്മൾ സാധിച്ചെന്ന് വെച്ചാൽ അദ്ദേഹം ഈ അഭിഭാഷകനാണ്, നിയമബിരുദധാരി അല്ലാത്ത അഭിഭാഷകനാണ്. ഞാൻ അഭിഭാഷകനായിരുന്നു. ഞാൻ LLB കഴിഞ്ഞ് 1 വർഷം മാത്രമാണ് പ്രാക്ടീസ് ചെയ്തത്. പക്ഷെ എൻ്റെ താല്പര്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ശരിക്കും പറഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തനത്തിലായിരുന്നു. അന്ന് തന്നെ ഞാൻ എഴുതിയിരുന്നു. ഈ തൃശ്ശൂരിൽ നിന്നൊരു മലയാള എക്സ്പ്രസ് എന്നൊരു പത്രം ഇറങ്ങി. എൻ്റെ നാട്ടിലേക്ക് ഒരു കാലത്ത് അതിന് ഒരുപാട് വായനക്കാരുണ്ടായിരുന്നു. മലയാള എക്സ്പ്രസ്സിൽ ഞാൻ സ്ഥിരമായിട്ട് എഴുതായിരുന്നു. അതിൻ്റെ എഡിറ്റ് പേജിൽ എഴുതായിരുന്നു, അതിലെ ഭാരതപ്പതിപ്പിൽ എഴുതായിരുന്നു, പിന്നെ മാതൃഭൂമി ബാലപംക്തിയിൽ എഴുതായിരുന്നു, ദേശാഭിമാനിയിൽ എഴുതുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ എഴുത്തിലേക്ക് ഒരു വല്ലാത്തൊരു ഒരു ആകർഷണീയത ഉണ്ടാക്കി. അങ്ങനെ ഞാൻ LLB കഴിഞ്ഞ് ജസ്റ്റ് ഒരു പ്രാക്ടീസ് കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലാണ് പെട്ടെന്ന് ഒരു ദിവസം ഈ പത്രങ്ങളിലൊക്കെ ഒരു പരസ്യം കണ്ടു. ഈ കൈരളി TV എന്നൊരു ചാനൽ. അന്ന് കൈരളി TV അല്ല, അന്ന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ആയിരുന്നു. പിന്നീട് ആ മലയാളം എന്നുള്ളതിന് ഇന്നും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ആണ്. പക്ഷെ ആ ചാനലിൻ്റെ പേര് കൈരളി എന്നായിരുന്നില്ല, മലയാളം എന്നായിരുന്നു. ആദ്യം നമ്മൾ കൊടുത്ത പേര് മലയാളം എന്നായിരുന്നു. പക്ഷെ അതിന് രജിസ്ട്രേഷൻ കിട്ടിയില്ല. അങ്ങനെ മലയാളം എന്ന ഒരു ചാനൽ തുടങ്ങാൻ പോവുകയാണ്. അതിലേക്ക് ജേർണലിസ്റ്റ് ട്രെയിനുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു പരസ്യം കൊണ്ടു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പം അന്നൊക്കെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. 100 കണക്കിന് ആൾക്കാരായിരുന്നു ഇൻ്റർവ്യൂവിന്. അപ്പോൾ അന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഇപ്പോൾ വീഡിയോ അക്കാദമിയിൽ ഉണ്ടായിരുന്ന രാജഗോപാൽ, ബൈജു ചന്ദ്രൻ സാറ്, പിന്നെ അങ്ങനെയുള്ള കുറേ പ്രമുഖരായ ആൾക്കാരായിരുന്നു, MP ചേക്കുട്ടി. അപ്പോൾ അവരെന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അപ്പോൾ എനിക്ക് ആദ്യം തന്നെ കിട്ടിയത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കൈരളിയിലൂടെയാണ് എൻ്റെ ഒരു ട്രെയിനി ആയിട്ടാണ് ഞാൻ ഈ
ജേർണലിസം തുടങ്ങുന്നത്. അപ്പോൾ അത് 2000-ലാണ്, ഇത് 2025-ആണ്. അപ്പോൾ എൻ്റെ ഈ 25 കൈരളിയുടെ ഒരു 25-ാം വാർഷികം ആഘോഷിക്കുന്ന വർഷമാണ്. അപ്പോൾ എൻ്റെ ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ 25-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ഒരു സമയമാണ് എന്ന് പറയാം. അത് എന്തുകൊണ്ട് ഈ കൈരളി തന്നെ നിൽക്കുന്നു വെച്ചാൽ, എനിക്ക് മറ്റ് പല സ്ഥാപനങ്ങളിലൊക്കെ ഈ കിട്ടിയിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അഭിഭാഷക വൃത്തിയിലേക്ക് മടങ്ങി പോകാമായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇതിനകത്ത് ഈ കൈരളി എന്ന സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ, ഇതിനകത്ത് ഒരു ഇടതുപക്ഷ വിശ്വാസിയായ ഒരാൾക്ക്, ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു ചാനലാണ് കൈരളി. അതെന്താ വെച്ചാൽ ഇന്നിപ്പോൾ നടക്കുന്നത്, ഇന്നത്തെ ഒരു മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 25 വർഷം മുമ്പ് കുറേയേറെ മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ 25 വർഷം മുമ്പ് ഞാനൊക്കെ പല ഈ പത്രക്കാർക്കുള്ള പല പരിശീലന പരിപാടികൾ, ഫെലോഷിപ്പുകൾ, അതുപോലെ നമുക്കുള്ള വർക്ക്ഷോപ്പുകൾ, അതിപ്പോൾ ഇന്ത്യക്ക് പുറത്തും ഞാൻ പലരും പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ ഇന്ത്യക്ക് അകത്തും പങ്കെടുത്തിട്ടുണ്ട്. നമ്മളൊരു പല സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള ഒരു 10 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 8 പേരും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു. ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഇതേപോലെ ഈ കാഠ്മണ്ഡുവില് ഒരു ഇതേപോലെ പത്രക്കാരുടെ, ഇന്ത്യയിലും പാകിസ്ഥാനിലുള്ള പത്രക്കാരുടെ ഏതാണ്ട് ഒരു 100 ആൾക്കാരുടെ വലിയൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കും. ഒരാഴ്ചയുള്ള ഒരു വർക്ക്ഷോപ്പ്. അവിടെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലുള്ള പത്രക്കാരുടെ അന്ന് ഇതിനകത്തൊരു 80% പേരും ഒരു ഇടതുപക്ഷ സ്വഭാവമോ, ഞാൻ ഇടതുപക്ഷം എന്നുള്ള കാര്യം വിട്ടു, ഒരു പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാർ, ഇടതുപക്ഷം മാറ്റിയിരുന്നു, ഒരു പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാർ, അതുമല്ലെങ്കിൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 80% കടുത്ത പിന്തിരിപ്പനാശയുള്ളവരും വർഗീയവാദികളുമാണ്. അപ്പൊ ഈ ഒരു മാറ്റം ബാധിക്കാത്ത വളരെ അപൂർവ സ്ഥാപനങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഈ ഒരു മാറ്റം ബാധിക്കാത്ത വളരെ കുറച്ചുണ്ട്. അതിലൊന്നാണ് ഈ കൈരളി ചാനൽ എന്ന് പറഞ്ഞത്. നമുക്ക് ഇവിടെ ഇങ്ങനെ, അതായത് ഒരു വളരെ പുരോഗമന ചിന്താഗതി സെക്യുലർ ആയിട്ടുള്ള ഒരാൾക്ക് ഇന്നും നിർഭയമായും സത്യസന്ധമായിട്ടും ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥാപനം ഈ കൈരളി ചാനൽ. അപ്പൊ അന്ന് നമുക്കൊരു തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പിലെന്ന് പറഞ്ഞാൽ വളരെ ശശികുമാറൊക്കെയാണ് കേട്ടോ, തുടക്കത്തിൽ ശശികുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് ട്രെയിനിങ് നൽകുന്നത്. അപ്പം എൻ്റെ താല്പര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാരണം ഞാനന്ന് ഈ അഭിഭാഷക വൃത്തി അതിലൊരു ബ്രേക്ക് ഇട്ടാണ് വരുന്നത്. അപ്പം എനിക്ക് നിയമം നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു ഹൈക്കോടതിയൊക്കെ കേന്ദ്രീകരിച്ച് ഒരു നിയമ റിപ്പോർട്ടിങ്ങിൽ ഒരു സ്പെഷ്യലൈസേഷൻ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അന്ന് നമ്മളോട് നിങ്ങൾക്ക് ഏതെല്ലാം സ്ഥലങ്ങളാണ് ചോദിച്ചപ്പോൾ ഞാൻ കൊച്ചിയാണ് ഓപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അന്ന് ജോൺ ബ്രിട്ടാസ് ഉണ്ട്. ജോൺ ബ്രിട്ടാസ് അന്ന് ദില്ലി ലേഖകനായിട്ടാണ് കൈരളിയിൽ ജോലി ചെയ്തത്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് അന്ന് എന്നോട് ഇങ്ങനെ, നിനക്ക് ഈ ഡൽഹിയിൽ വരാൻ താല്പര്യമുണ്ടോ? അതിന് അധികം കണ്ടെത്തിയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ നമ്മളൊരു 2 ആഴ്ചയോളം ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പിൽ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അധികം കണ്ടെത്തിയൊരു കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് നിനക്ക് നല്ല ഡിസിപ്ലിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഡിസിപ്ലിൻ ഈ മാധ്യമ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടൊരു കാര്യം എന്താ വെച്ചാൽ നല്ല ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്ക് നന്നായി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉയരാൻ പറ്റും. അങ്ങനെ ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കും അതൊരു താല്പര്യമായി. അങ്ങനെയാണ് ഞാനൊരു ട്രെയിനി ജേർണലിസ്റ്റായിട്ട് ഡൽഹിയിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് അവിടെ അങ്ങനെ ഓഫീസ് പോലും തുടങ്ങിയിട്ടില്ല. മാത്രമല്ല ഞാൻ ആദ്യം ഈ പാർലമെന്റിലൊക്കെ പോയ ദിവസം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പാർലമെന്റ് മന്ദിരമൊക്കെ കണ്ടു, വലിയൊരു മന്ദിരം നിൽക്കും, എനിക്ക് അങ്ങനെ വിറയ്ക്കാനൊക്കെ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് ഈ സുർജിത്തിൻ്റെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇംഗ്ലീഷൊന്നും അത്ര നമ്മൾ ഈ കോടതിയിൽ കുറച്ച് പറയുന്നതല്ല, അത് ഇംഗ്ലീഷൊന്നും അത്ര ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ സുർജിത്തിനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാൽ, പിന്നെ അവിടെ അങ്ങോട്ട് അതൊരു ട്രെയിനി ആയുള്ളൊരു പ്രയോജനം എന്താ വെച്ചല്ലേ, ട്രെയിനിങ് ആണ്. നമുക്കാണെങ്കിൽ കുടുംബമോ അങ്ങനെ ഒന്നുമില്ല, അവിടെ അറിയാലോ, ബാച്ചിലറാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് എന്തും ചെയ്യാന്നൊരു സംഗതിയാണ്. എവിടെ വേണമെങ്കിൽ പോവാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ അത് എല്ലാതും CPM-ന്റെ പരിപാടിയായാലും പ്രധാനമന്ത്രിയുടെ പരിപാടിയായാലും എന്തായാലും നമുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ വരും. എവിടെ യാത്രകൾ വന്നാലും നമ്മൾ അങ്ങനെ ഇട്ട് പോകുന്നു. ഇപ്പോൾ ഗുജറാത്ത് കലാപം കഴിഞ്ഞ് അത് 1 മാസത്തിന് ശേഷം ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു അനുഭവം. അതൊക്കെ പാർലമെന്റ് അറ്റാക്ക്, പാർലമെന്റിൽ ഭീകരാക്രമണം നടന്ന അന്ന്, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ആ സമയത്ത് വേറൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് ഞാൻ പുറത്തായിരുന്നു. അന്ന് CPM-ന്റെ കർഷക സംഘത്തിന്റെ ഒരു പരിപാടി ഉണ്ട്. ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പുറത്ത് നിൽക്കുന്ന സമയത്താണ് അറിയുന്നത് പാർലമെന്റ് ആക്രമിച്ചു വരുന്നു. പിന്നീട് അവിടെ പോകുന്നു. പക്ഷെ അതിന്റെ തുടർന്നുള്ള സംഭവങ്ങളെ ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഒരു ചെറു പ്രായത്തിൽ തന്നെ. മാത്രമല്ല തെരഞ്ഞെടുപ്പുകൾ വരുന്നു, അപ്പോൾ നിരന്തരം മറ്റ് സ്റ്റേറ്റുകൾ പോകുന്നു.
ഈ പാർലമെന്റ് ആക്രമണം പറഞ്ഞ ആക്രമണം നടക്കുന്ന അന്ന് ഞാൻ പാർലമെന്റിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനായി പോകുന്ന സമയമാണ്. അപ്പൊ രാവിലെ ഞങ്ങൾ 3 പേര്, അന്ന് ഞാൻ, ജോൺ ബ്രിട്ടാസ്, അതുപോലെ മിൽട്ടൺ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പേരുമാണ് പാർലമെന്റിൽ പോകുന്നു. അപ്പൊ എന്താ വെച്ചാൽ അന്ന് ആ രീതിയിൽ പോകേണ്ടതായിരുന്നു. പക്ഷെ അന്ന് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. അന്ന് പാർലമെന്റിന്റെ പുറത്തൊരു പാർലമെന്ററി മാർച്ച് ഉണ്ടായിരുന്നു. ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമായി കഴിഞ്ഞാല് ഇവിടെ നിയമസഭാ സമ്മേളനം ആയി കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഒരുപാട് മാർച്ച് നടക്കില്ലേ. അതുപോലെ ഡൽഹിയിൽ അതിനായിട്ടുള്ള കേന്ദ്രം ജന്തർ മന്ദറാണ്, സമര കേന്ദ്രം പറഞ്ഞ ജന്തർ മന്ദർ. അപ്പൊ അന്ന് ജന്തർ മന്ദറില് കർഷക സംഘത്തിന്റെ ഒരു മാർച്ച് നടക്കുകയാണ്. എസ് രാമചന്ദ്രൻ പിള്ളയാണ് അന്ന് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എന്നോട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്ത് അത് നേരെ ഓഫീസിലെത്തി അയച്ചതിന് ശേഷം വേണം പാർലമെന്റിലോട്ട് പോകാൻ. അപ്പോ അതുകൊണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായില്ല. സാധാരണ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. സാധാരണ നമ്മൾ പാർലമെന്റിലേക്ക് ആ ഗേറ്റിലൂടെ പോകുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങി വരുന്നു, അത് കഴിഞ്ഞ് ബൈറ്റുകൾ എടുക്കാനായിട്ട് പത്രക്കാരൊക്കെ കൂടി ക്യാമറയൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നിന്നിട്ട് നമ്മൾ സാധാരണ ബൈറ്റ് എടുക്കാറുണ്ട്. അപ്പൊ അന്ന് എന്ത് വെച്ചാൽ അന്ന് ഈ അക്രമികൾ എന്ത് ചെയ്തു വെച്ചാൽ ഭീകരന്മാര് എന്ത് ചെയ്തു വെച്ചാൽ ആ ഒരു ക്യാമറമാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെടിവെച്ചു അത്. അപ്പൊ കൈരളിയുടെ അന്നത്തെ ഒരു ക്യാമറമാനുണ്ട് ദിനേശൻ ഇപ്പോൾ PTIയുടെ തിരുവനന്തപുരത്തെ ക്യാമറമാനാണ്. ദിനേശനെല്ലാം അന്ന് തലറാരിക്കാൻ രക്ഷപ്പെട്ടത്. മാത്രമല്ല അന്ന് തൊട്ടപ്പുറത്ത് വെടികൊണ്ട ഒരാൾ മരിച്ചു. അദ്ദേഹം അപ്പം മരിച്ചില്ല, ചികിത്സയിലായിരുന്നു, പിന്നീട് മരിച്ചു. അപ്പൊ പിന്നീട് അതിനുശേഷം തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം അവിടെ എത്തി തുടർന്നുള്ള കാര്യങ്ങൾ, ഇതിന്റെ സുരക്ഷാ വീഴ്ച, പിന്നീട് അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ പാർലമെന്റ് ആക്രമണ കേസിലെ വിധി, കോടതി നടപടികൾ, പാർലമെന്റ് ആക്രമണ കേസിലെ കോടതി നടപടികൾ അത് സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല അന്ന് ഈ ഗിലാനി എന്നൊരു അധ്യാപകൻ, ജമ്മു കാശ്മീരിലെ അധ്യാപകനായിരുന്നു, അദ്ദേഹത്തെ ഇതിൽ പ്രതി ചേർത്തിരുന്നു. അന്ന് അത് വളരെ കോൺട്രവേഴ്സ്യലായിരുന്നു. അത് കള്ളക്കേസാണെന്നും അന്ന് പോട്ട വന്ന സമയമാണ്. ഇതിനുശേഷമാണ് പോട്ട എന്നൊരു നിയമം കൊണ്ടുവന്നത്. നമ്മുടെ UAP അല്ല, അതിലും ഒരു ശക്തമായ നിയമമായിരുന്നു അത്. എന്ന് വെച്ചാൽ അത് ഈ അന്ന് രാജ്യസഭയിലെ അന്നത്തെ NDA സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോട്ട സംയുക്ത പാർലമെന്ററി സമ്മേളനം വിളിച്ചു ചേർത്തിട്ടാണ്. ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സായില്ല, അവസാനം സംയുക്ത പാർലമെന്ററി സമ്മേളനം, എനിക്ക് തോന്നുന്നു അത് 3ാമത്തെ തവണയാണ്. അതിനുശേഷം ഇതേവരെ വിളിച്ചിട്ടില്ല. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി, അങ്ങനെയാണ് അത് പാസ്സാക്കിയത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഈ ചരിത്രപരമായ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൈരളി TVക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഈ ഗിലാനിക്കെതിരായി ആ ഘട്ടത്തിൽ തന്നെ ഈ മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം രംഗത്ത് വന്നു. ഇത് കള്ളക്കേസാണെന്ന് പറഞ്ഞു. അങ്ങനെ പോട്ട കോടതി ഇദ്ദേഹത്തെ ശിക്ഷിച്ചു, തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. പിന്നീട് ഹൈക്കോടതി അത് റദ്ദാക്കി, അദ്ദേഹത്തെ വെറുതെ വിട്ടു. അപ്പൊ അതെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇതിനു ശേഷം ഞാൻ ഈ കാശ്മീരിൽ പലതവണ പോയിട്ടുണ്ട് കേട്ടോ. കാശ്മീരിൽ ഈ ഭീകര ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയിരുന്നു. ഇവരുടെ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജേർണലിസ്റ്റ് ലോകത്തെ ഈ സംഘർഷ മേഖലയിലെ കുട്ടികളെ പറ്റി പഠിക്കാനും റിപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ഫെലോഷിപ്പ് കിട്ടിയിരുന്നു. അപ്പൊ ആ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ത്യയിലെ ഒരു 4 സംഘർഷ കേന്ദ്രങ്ങൾ, ഒന്ന് ജമ്മു കാശ്മീർ, അതുപോലെ ഇവിടെ ഈ അസമിലെ കൊക്രാജാർ, അവിടെ അങ്ങനെ വലിയ കലാപം നടന്നിരുന്നു. ഉത്തർപ്രദേശിലെ മുസഫർ നഗർ കലാപം നടന്നിരുന്നു. പിന്നെ രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കുട്ടികൾ ദില്ലിയിലെ ഹരിയാനയിലേക്ക്, ഈ 4 കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഞാനൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരുന്നു. ആ ഡോക്യുമെൻ്ററിക്ക് എനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ കാശ്മീരിൽ ഈ ഒരാഴ്ച ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ ഈ താമസിക്കുന്ന, തീവ്രവാദികൾക്ക് ഏറ്റവും സ്വാധീനമുള്ള അങ്ങനെയുള്ള ഗ്രാമങ്ങളിലെല്ലാം പോകാൻ പറ്റി. അവരുമായി നേരിട്ടിടപെടാൻ പറ്റില്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടെല്ലാം തന്നെ സംസാരിക്കാൻ, എന്താണ് ഇതിൻ്റെ റിയാലിറ്റി, എന്താണ് ഭീകരവാദം, കശ്മീരിലെ ഭീകരവാദം എന്നതിൻ്റെ റിയാലിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് തീവ്രവാദികൾ ഉണ്ടാവുന്നത്, അതിനെപ്പറ്റി ഈ ഗ്രൗണ്ടിൽ പോയിട്ട് തന്നെ ഈ പഠിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും എല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട്. അന്ന് യൂസഫ് തരിഗാമി, CPMന്റെ അവിടുത്തെ ഏറ്റവും പ്രധാന നേതാവ് തരിഗാമിയാണ് എനിക്ക് എല്ലാം സഹായം ചെയ്തു തന്നത്. കശ്മീരിലെ പത്രക്കാർ പോലും അവിടുത്തെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറയും, ഒരു 10 മിനിറ്റേ നിൽക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഹൗറ എന്നൊരു ഗ്രാമമുണ്ട്, ഹൗറയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഏത് വീട്ടിൽ പോയാലും ഒന്നുകിൽ ഒരു തീവ്രവാദി ഉണ്ടാവും, അല്ലെങ്കിൽ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ചാരന്മാരുണ്ടാവും. അവിടെ ഈ IB-യുടെ ഉദ്യോഗസ്ഥന്മാർ ഒരുപാട്, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ചുറ്റിപ്പറ്റി 4-5 ആൾക്കാർ വരും. നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഈ വണ്ടി മാറണം. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു കാറ് പോവുകയാണെങ്കിൽ തന്നെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അതും മാറി വേറൊരു വാഹനത്തിൽ കയറണം.
അവിടെ ഒരു 10 എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര നമ്മളൊരു മറ്റെന്താ പറയുക സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്യണം. അത്തരം സ്ഥലങ്ങളിലെല്ലാം പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ തുടർച്ച. അപ്പൊ ഇപ്പോഴും തന്നെ കശ്മീരിലൊരു ഭീകരാക്രമണം നടന്നു. ഇപ്പൊ പഹൽഗാം പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ നമുക്കുള്ള എന്ന് വെച്ചാൽ അവിടെ ഒരു ഭീകരാക്രമണം നടന്നു, അത് ഇത്ര ആൾക്കാർ മരിച്ചു എന്നല്ല, അതിലപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഈ ഭീകരാക്രമണം ഉണ്ടാവുന്നത്, എന്തുകൊണ്ടുണ്ടാവുന്നു, അത് നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം എന്തെന്നാൽ അവിടുത്തെ ജനങ്ങൾ അങ്ങേയറ്റം ഈ അപരവൽക്കരിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങേയറ്റം അപവൽക്കരിക്കപ്പെട്ടു. ഇപ്പോൾ എല്ലാ വീടിന്റെ മുന്നിലും എപ്പോൾ നോക്കിയാലും നമുക്ക് ഒന്നുകിൽ പോലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ തോക്കും പിടിച്ച ഒരു പട്ടാളക്കാരുണ്ടാവും. എല്ലാ ചെറുപ്പം എൻ്റെ എത്രയോ പത്രക്കാരായ സുഹൃത്തുക്കളുണ്ട് അവിടെ. അവരൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആയി ഈ സൈന്യത്തിൻ്റെയോ പോലീസിൻ്റെയോ ഒക്കെ തന്നെ അക്രമങ്ങൾക്കൊക്കെ വിധേയരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടങ്ങാനാവാത്ത ഒരു എതിർപ്പും സംഗതിയില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഭീകരവാദം അവിടെ നിന്നൊക്കെയാണ് ശരിക്കും ഉത്ഭവിക്കുന്നത് എന്ന് തന്നെ പറയാം. ആ രീതിയിൽ നമ്മുടെ സർക്കാരിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ അതൊന്നും അധികം ആരും തന്നെ പറയാൻ തയ്യാറാവില്ല. അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ വിഷയം. ഇതാണ് ഒന്ന്. രണ്ടാമത് ഈ കലാപം പറഞ്ഞ ഒരുപാട് കലാപസ്ഥലങ്ങൾ. ഞാൻ ഗുജറാത്ത് കലാപം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാൻ ഗുജറാത്ത് പോയിട്ടുണ്ട്. ഈ കലാപ കേന്ദ്രങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് അവിടെയൊക്കെ ഇപ്പൊ ബിൽക്കിസ് ബാനു പോലുള്ള സംഭവങ്ങൾ. അന്ന് ഇവിടെ ഞാൻ പോയിട്ടുണ്ട്, നമ്മുടെ ഗോദ്രയിൽ പോയിട്ടുണ്ട്. അത് RB ശ്രീകുമാർ അറിയാലോ. RB ശ്രീകുമാർ, ഞാൻ അവിടെ പോകുന്ന സമയത്ത് RB ശ്രീകുമാറിനെ കണ്ട് സംസാരിച്ച് അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ ആ ഗോദ്രയിൽ പോയി ആ ട്രെയിൻ കിടക്കുന്ന സ്ഥലത്തുനിന്ന് പോകാനാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് ഇവരുടെ കുറ്റപത്രത്തിലൊക്കെ എഴുതിയ ഒരു അതിന് എന്താ വെച്ചാൽ അവിടെ നിന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് നോക്കി കണ്ടിട്ട് ആ സ്ഥലം, ഈ ഒരു കുറ്റപത്രത്തിൽ പറയുന്ന പെട്രോൾ ഒഴിച്ച സ്ഥലം, കത്തിയ സ്ഥലം, ട്രെയിൻ കിടക്കുന്ന സ്ഥലം, എന്നിട്ട് ചെന്ന് കണ്ടിട്ട് ഈ പോലീസിന് ഇവർ പറയുന്ന കഥ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊന്ന് നേരിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഈ ഗുജറാത്ത് കലാപത്തിന്റെ വിഷയം എന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഒരു ഭരണമാറ്റം ഉണ്ടായല്ലോ, 2004 ഒരു ഭരണമാറ്റം ഉണ്ടായി. അന്ന് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവ് ഒരു കമ്മിറ്റിനെ വെച്ചിരുന്നു, ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരുന്നു. ആ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പുറത്തു നിന്ന് ആരും തന്നെ ഈ തീ കൊളുത്തിയതല്ല. അതിന്റെ കൺക്ലൂഷൻ ആയിരുന്നു, ഇത് പുറത്തുനിന്ന് ആരും തന്നെ തീ കൊളുത്തിയതല്ല, ഇത് ഒന്നുകിൽ അപകടത്തിൽ തീ കത്തിയതാവും, അതുമല്ലെങ്കിൽ ഇതിന്റെ അകത്ത് നിന്ന് ആരെങ്കിലും തീ കൊളുത്തിയതാവും, പക്ഷെ ഇത് പുറത്തു നിന്ന് തീ കൊളുത്തിയതല്ല. അതായിരുന്നു അവരുടെ വസ്തുനിഷ്ഠമായ കണ്ടെത്തൽ. പക്ഷെ സംഭവിച്ചതെന്നാല് അത് ഗുജറാത്ത് ഹൈക്കോടതി അത് റദ്ദാക്കി എന്ന് മാത്രമല്ല, അതിനകത്ത് അന്ന് റദ്ദാക്കി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അതിനെതിരെ എന്ത് ചെയ്യണം, സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണം, അതിനെതിരെ നിയമപോരാട്ടം നടക്കണം. അന്ന് അത് മൻമോഹൻ സിംഗ് സർക്കാർ അത് ചെയ്തില്ല. ഒരുപക്ഷെ ആ കാര്യം ശരിക്കും അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ വസ്തുത എന്താണെന്ന് അത് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് പത്രക്കാർ മാത്രമാണ് ആ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു ആംഗിളിൽ റിപ്പോർട്ട് ചെയ്യാനും എഴുതാനുമല്ല എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എമ്പുരാനെന്ന് ഇപ്പോഴും ഈ ഗുജറാത്ത് കലാപം എന്ന് വെക്കുമ്പോൾ ചിലർക്ക് വല്ലാത്തൊരു വെറുളിയാണ്. എമ്പുരാൻ സിനിമയിൽ ഒരു പരാമർശം മാത്രമേ ഉള്ളത്. സാധാരണ രീതിയിൽ എന്താ വെച്ചാൽ സിനിമയുടെ പാർട്ട്ണറല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിവാദമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെയോ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് മറച്ചു വെക്കുന്നുണ്ട്. അതെന്തെങ്കിലും ഒന്നങ്ങോട്ട് പൊട്ടിത്തെറിക്കുമോ എന്നൊരു ഭയമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ വേട്ടയാടുന്നത്. അതുപോലെ ഇവിടെ ഈ മുസഫർ നഗറിൽ വലിയൊരു കലാപം നടന്നു. ഞാൻ കലാപം കഴിഞ്ഞ് അതിനുശേഷം കുറെ ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം അവിടെ പോയപ്പോൾ അവിടത്തേക്ക് അവസ്ഥ എന്താ വെച്ചാൽ ഈ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിദ്യാലയങ്ങൾ ഒരു ഭാഗത്ത്, ഹിന്ദു വിദ്യാലയങ്ങൾ വേറൊരു വശത്ത്. ഇപ്പൊ RSSന്റെ സരസ്വതി ശിശു മന്ദിരം എന്ന് പറഞ്ഞ് അവര് ഇപ്പൊ വ്യാപകമായ രീതി നോക്കുമ്പോൾ അതിൽ മൊത്തം ഹിന്ദു കുട്ടികൾ അവിടെ, മുസ്ലിം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് ഈ മദ്രസ വിദ്യാഭ്യാസം, ഇവർ രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവിടുത്തെ നമ്മുടെ സർക്കാർ സ്കൂളിൽ പോലും 2 പേരുണ്ട്. അവിടെ അത്തരം വിദ്യാലയങ്ങളുണ്ട്, പക്ഷെ വളരെ അപൂർവം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ സാമുദായികമായി ഇതിങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഭിന്നിക്കപ്പെട്ടിരിക്കും. അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ കൊക്രാജാർ എന്ന് പറഞ്ഞാൽ അസമിലാണ് കൊക്രാജാർ. അസമിലെ ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ വന്ന് താമസിച്ച് ആ രീതിയിൽ തന്നെ നമ്മൾ പറയില്ല നാട് കടത്തണമെന്ന്
നാട് കടത്തണമെന്ന് പലരും തന്നെ പട്ടിക തയ്യാറാക്കി ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ അവര് കുടിയേറിയതൊക്കെ പറഞ്ഞാൽ എത്രയോ കാലം മുമ്പ് ഒന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് കുടിയേറ്റുണ്ടായിട്ടുണ്ട്. അതുപോലെ 71 ഇന്ത്യ ബംഗ്ലാദേശ് വാറിന് ശേഷം കുടിയേറ്റുണ്ടായിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് വാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, അതൊക്കെ ഇന്ത്യ അവിടെ ചെന്ന് ഇടപെട്ടിട്ടാണ് ഉണ്ടായത്. രണ്ടാം കുടിയേറിലെ ബഹുഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. പക്ഷെ ഇതിനകത്ത് അവിടെ ചെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു ഒരു കാര്യമുണ്ട്. ഞാൻ റിപ്പോർട്ട് ചെയ്ത വസ്തുണ്ട്. ഇപ്പോൾ ഒരു വീട്ടില് അന്നെന്ന് പറഞ്ഞ് ഇതിന്റെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി, അന്തിമ പട്ടിക തയ്യാറായിട്ടില്ല, പ്രാഥമിക പട്ടിക തയ്യാറാക്കി. ഈ പ്രാഥമിക പട്ടികയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു അജ്മൽ വില്ലേജ് എന്നൊരു വില്ലേജ് ഉണ്ട്, കൊക്രജാറിലെ അജ്മൽ വില്ലേജ് ചെന്നപ്പോൾ ഒരു വീട്ടില് അമ്മ ഇന്ത്യൻ പൗരയാണ് കേട്ടോ, അമ്മ ഇന്ത്യൻ പൗരയാണ്, അച്ഛൻ ഇന്ത്യൻ പൗരത്വമുണ്ട്, 3 പെൺകുട്ടികളുണ്ട്. ഈ 3 പെൺകുട്ടികൾ, ഒരു പെൺകുട്ടി ഇന്ത്യൻ പൗരയാണ്, മറ്റു 2 പേർക്ക് ഇന്ത്യൻ പൗരത്വമില്ല. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ അച്ഛൻ ഇന്ത്യൻ പൗരൻ, അച്ഛന് പൗരത്വമുണ്ട്, അമ്മയ്ക്ക് പൗരത്വമുണ്ട്. ഈ 2 അച്ഛനും അമ്മയാണെങ്കിൽ ഇങ്ങനെ ഈ 2 പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് പൗരത്വം കിട്ടുന്നില്ല? അതെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഈ 2 പെൺകുട്ടികളെ ഒന്നുകിൽ എന്ത് ചെയ്യണം, നാട് കടത്തണം. നാട് കടത്താൻ പറ്റില്ല, കാരണം ബംഗ്ലാദേശ് ഏറ്റെടുക്കില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ 2 പെൺകുട്ടികളെ തടങ്കൽ പാളയത്തിൽ അയക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താണ്, നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? അപ്പൊ ഇവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, ഇത് തെളിയിക്കണമെങ്കിൽ, ഓരോ ആൾക്കാരുടെയും പൗരത്വം തെളിയിക്കണമെങ്കിൽ അതിനായിട്ട് കുറെ നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ ആധാർ വന്നില്ലേ, ആധാർ വന്ന സമയത്ത് ആധാർ കാർഡ് എടുക്കാനായിട്ടേ ആദ്യം ഒരു തവണ പോയിട്ട് ഞാനൊക്കെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ച് പറഞ്ഞേ അത് പോരാ, ഒരു ദിവസം പോവാ പറഞ്ഞാൽ ഒരു ദിവസം അവധി എടുത്തിട്ടാ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞു രണ്ടാമതൊരിക്കലും ഒന്നും കൂടി എടുക്കണം പറഞ്ഞു. ശരി, നമ്മൾ രണ്ടാമതും അവധി എടുത്ത് പോയി. അപ്പൊ 2 ദിവസം ആധാറിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അതുപോലെ അവിടെ അങ്ങനെ ഈ പൗരത്വം എന്നുള്ള സാധനം എടുക്കണമെങ്കിൽ ആഴ്ചകളോളം എന്ത് ചെയ്യണം, സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങണം. അപ്പൊ അവിടുത്തെ അമ്മ പറഞ്ഞ സാധനം അതാണ്. എന്റെ ഭർത്താവ് ബോംബെയിലാണ്, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കൂലിപ്പണി ഇട്ട് കുട്ടികളെ വളർത്തുന്നത്. ഞാനിപ്പോ ഈ എല്ലാ ദിവസവും ഈ കുട്ടികളുടെ ഇതും പൗരത്വ രേഖ റെഡിയാക്കാനായിട്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ദാരിദ്ര്യം, അവർ പട്ടിണി കിടന്ന് മരിക്കും. ഞാൻ പറഞ്ഞു, ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ പൗരത്വം പറയുന്ന സമയത്ത് ഇതാണ് യാഥാർത്ഥ്യം. ഈ ബംഗാളിൽ മംഗള പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഈ പൗരത്വം ഏറ്റവും വിഷയമായിട്ടുള്ള സ്ഥലമാണ്. ഈ മംഗളിലെ വിഷയം എന്താ പറയുക, മംഗള എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്, ഒക്കെ ഹിന്ദുക്കളാണ്. ബംഗ്ലാദേശിനും കൂടി ഏറെ ഹിന്ദുക്കളാണ്. പുതിയ പൗരത്വ നിയമം അനുസരിച്ച് ഇവർക്കെല്ലാം തന്നെ പൗരത്വം കിട്ടും. പക്ഷെ അവിടുത്തെ ഒരാൾ പോലും പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല, ആ സ്ഥലത്തിന് ഏതാണ്ട് ഒരു 10-15 ലക്ഷം ആൾക്കാരുണ്ട്. അപ്പോ കേന്ദ്ര സർക്കാരിന്റെ പുതിയതനുസരിച്ച് ഇതിന്റെ ആനുകൂല്യം കിട്ടേണ്ട ആൾക്കാരാണ്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ചാൽ, ഞങ്ങളെ ഏതെങ്കിലും ഇപ്പൊ പൗരത്വം പറഞ്ഞിട്ട് നമുക്കൊരു പ്രത്യേക ഇതില്ലല്ലോ, ഐഡന്റിറ്റി കാർഡ് ഇല്ലല്ലോ. ഇന്ത്യൻ പൗരത്വം എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡന്റിറ്റി കാർഡ് ഇല്ല. അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ എന്തുണ്ട്, ആധാർ ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, പല ആൾക്കാർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എല്ലാ സംഗതിയും ഉണ്ട്, റേഷൻ കാർഡും ഉണ്ട്. ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം പോലും ഞങ്ങൾ എന്തായി, ഇന്ത്യൻ പൗരന്മാരല്ലാതെ ഇല്ലേ. ഇത് ഇത്തരം കാര്യങ്ങൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, പൗരത്വമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ നോർത്ത് ഈസ്റ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലാ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഞാൻ 2007 മണിപ്പൂരിൽ പോകുന്നത്. 2007 മണിപ്പൂരിനെ പറ്റി ഇന്ന് എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. ഒരു പ്രശ്നവുമില്ല. അന്ന് എന്നെ മണിപ്പൂർ മൊത്തം എൻ്റെ ഒപ്പം നിന്ന് എല്ലാ മണിപ്പൂരിലെ ഭീകരവാദം അത്തരം വിഷയങ്ങളെല്ലാം എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ ഗൈഡായിട്ട് എൻ്റെ ഒപ്പം നിന്ന ആളെന്ന് പറഞ്ഞാൽ സാന്ത പറയും. സാന്ത അന്ന് അവിടുത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അന്ന് നമുക്ക് യാത്ര ചെയ്യാനൊരു പ്രശ്നമില്ല, എത്ര മനോഹരമായ സ്ഥലമാണ്. പക്ഷേ ആ മണിപ്പൂരിൽ ഇപ്പൊ എനിക്ക് വീണ്ടും പോകാൻ പറ്റില്ല. ഇന്നിപ്പോ ആ മണിപ്പൂരിൽ പഴയതുപോലെ പോകാൻ പറ്റും, മണിപ്പൂരുകാർക്ക് പോകാൻ പറ്റുന്നില്ല. മണിപ്പൂരിന്റെ വിഷയം എന്താ വെച്ചാൽ, ഇന്നിപ്പോ ഇന്ത്യക്കാർ, എനിക്കിന്ന് കാശ്മീരിൽ പോവാം, ഇന്ന് കാശ്മീരിൽ പോകാൻ ഒരു തടസ്സമില്ല. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തേക്ക് പോകാനും എനിക്ക് യാതൊരു തടസ്സവുമില്ല, ഇന്ത്യൻ പോകുന്നൊരു തടസ്സമില്ല. പക്ഷേ ഈ മണിപ്പൂരിൽ മെയ്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ന് കുക്കി പ്രദേശത്തേക്ക് പോകാൻ പറ്റില്ല, കുക്കി ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മെയ്തി മേഖലയിലേക്ക് പോകാൻ പറ്റില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതേവരെ മണിപ്പൂരിൽ പോയി. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പോകാൻ ഭയപ്പെടുന്ന നാടായിട്ട് ഈ മണിപ്പൂർ മാറി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ നേട്ടം. പിന്നെ എന്താ വെച്ചാൽ, എന്താണ് ഏറ്റവും വലിയൊരു കൊണ്ടുവന്നൊരു സാധനം എന്താ വെച്ചാല്,
പ്രത്യേകമായിട്ട് കൊണ്ടുവന്നൊരു സാധനം. അത് വളരെ അവിചാരിതമായി കിട്ടിയത്, എന്നാൽ വലിയ രീതിയിൽ ഇടപെടാൻ പറ്റിയൊരു വിഷയം പറഞ്ഞാൽ അത് ആസിയൻ കരാറുമായി ബന്ധപ്പെട്ടാണ്. അത് ഞാൻ 2007, 2007 തോന്നുന്നു. അന്ന് ഇവര് നമ്മുടെ മലേഷ്യൻ സർക്കാർ, മലേഷ്യൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പത്രക്കാരെ കൊണ്ടുപോകാറുണ്ട്. അത് ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ, അവരുടെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. മലേഷ്യയിലേക്ക് കുറേ ജേർണലിസ്റ്റുകളെ കൊണ്ടുപോകുന്നു. അപ്പോൾ എന്നിട്ട് മലേഷ്യയിൽ അവരുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം നമ്മളെ കാണിച്ച് ഈ ടൂറിസം പ്രൊമോഷന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അന്ന് എന്താ വെച്ചാൽ ആണവ കരാറല്ലേ, ആണവ കരാറിനെതിരായിട്ട് അന്ന് ഈ പിന്തുണ പിൻവലിച്ചല്ലോ, ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു, UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. അപ്പൊ അതിന്റെ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് അതിലവർക്ക് വിശ്വാസ വോട്ടെടുപ്പ്, അവര് വോട്ട് നേടി. അപ്പൊ അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇവിടേക്ക് പോകുന്നത്. നമ്മൾ ഒരു ടീമുണ്ട് നമ്മുടെ ഒപ്പം. അപ്പൊ അന്ന് എന്താ വെച്ചാൽ അതിനകത്ത് ഞങ്ങളൊരു 3 ടീമുണ്ട്. പക്ഷെ 2 ടീം എന്ത് ചെയ്തു വെച്ചാൽ 2 ചാനലുകൾ പിന്മാറുള്ള കാരണം പൊളിറ്റിക്കലി ഡൽഹിയിൽ അത്ര കണ്ടേ സർക്കാർ താഴെ വീഴുമെന്ന് പറഞ്ഞ അത്ര ഈ രാഷ്ട്രീയം അങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. അതുകൊണ്ട് 2 ടീം പിന്മാറി. പിന്നെ ആകുള്ളത് നമ്മൾ ഈ കൈരളി, ഞാനും ഉണ്ട്, എൻ്റെ ക്യാമറമാനായിട്ടുള്ള ഗോപിയുണ്ട്, 2 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ കോലാലംപൂർ പോയി. എന്നിട്ട് ഇങ്ങനെ യാത്രയാണ് കേട്ടോ, കാരണം വളരെ റിലാക്സ്ഡാണ്. നമുക്ക് ഈ ടൂറിസം ആയിട്ട് സാധ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് നമ്മൾ ഉച്ചഭക്ഷണത്തിനായിട്ട് അവരൊരു ഹോം സ്റ്റേ അങ്ങോട്ട് കൊണ്ടുപോകാണ്. നമ്മുടെ ഒപ്പം ഇത് ഞാനുണ്ട്, എൻ്റെ ക്യാമറമാനുണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് 3 പേരുണ്ട്. ഒന്ന് അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഗൈഡ്, 2 മലേഷ്യൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥ, പിന്നെ ഡ്രൈവർ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഈ മുഹമ്മദിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താ വെച്ചാല് അവിടെ കുറെ തെങ്ങുകൾ ഉണ്ടല്ലോ. ഈ തെങ്ങുകൾ മലേഷ്യ നല്ല തെങ്ങുള്ള സ്ഥലമാണ്. തെങ്ങുകളെല്ലാം അങ്ങനെ വെട്ടിയിരിക്കുകയാണ്, കൂട്ടത്തോടെ തെങ്ങുകളൊക്കെ വെട്ടുന്നു. അപ്പൊ നമ്മളിങ്ങനെ പോകുന്നു, കുറച്ച് നേരം തെങ്ങും തൂപ്പ് വെട്ടുന്നു, വേറൊന്നും വെട്ടുന്നില്ല. അപ്പോ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ മുഹമ്മദിന്റെ വീട്ടിൽ എന്തുണ്ട്, തെങ്ങുകളൊക്കെ വെട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ മുഹമ്മദിനോട് ചോദിച്ചു, അല്ലാതെ എന്താണ് നിങ്ങൾ ഈ തെങ്ങുകളൊക്കെ വെട്ടുന്നത് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് എന്നോട് പറഞ്ഞു, നിങ്ങൾ അറിയില്ല, എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ ഒരു പുതിയൊരു വലിയ പദ്ധതി വരാൻ പോവാണ്. തെങ്ങുകൾ ബാക്കിയെല്ലാം കൃഷി ഉപേക്ഷിച്ച് ഞങ്ങൾ പാമോയിൽ മാത്രമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, കൃഷി ചെയ്യാൻ പോവാണ്. അപ്പൊ തെങ്ങൊക്കെ മാറ്റി പൂർണ്ണമായിട്ടും പാമോയിൽ. അപ്പൊ ചോദിച്ചു അതെന്താ വെച്ചാൽ അതൊരു വലിയ പദ്ധതി വരുന്നുണ്ട്. പദ്ധതി എന്താ വെച്ചാല് ഞങ്ങൾ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാണ്, കൂട്ടത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, പാമോയിൽ ഇറക്കുമതി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല് ഈ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ പാമോലിന്റെ ഒക്കെ തീരുവയ്ക്ക് എന്താണ്, ഈ പൂജയാക്കി ചുരുക്കാൻ പോവുകയാണ്. പാമോലിന്റെ ഇറക്കുമതി തീരുവ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്. അപ്പോ ഇത് കൂട്ടത്തോടു കൂടി ഞങ്ങളുടെ പാമോല് വാങ്ങും. അപ്പൊ അങ്ങനെ ഇന്ത്യ ഒരു വലിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടുത്തെ ആൾക്കാരൊക്കെ ബാക്കിയെല്ലാം കൃഷി ഉപേക്ഷിച്ച് പാമോലേക്ക് തീരണം പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ അവിടെ വെച്ച് അപ്പൊ നമുക്കിത് കത്തി, കാരണം ഈ പാമോലും നമ്മുടെ ഈ തേങ്ങയും തമ്മിൽ ബന്ധമുണ്ടല്ലോ. ഇത് അപ്പൊ തന്നെ കത്തി. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു, എനിക്ക് ബന്ധപ്പെട്ട കുറെ സോഴ്സുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മലേഷ്യയിലെ പാമോലിയം പ്രൊമോഷൻ കൗൺസിൽ എന്നൊരു സംഘടന ഉണ്ട്, പാമോലിയം പ്രൊമോഷൻ കൗൺസിൽ. അവരുടെ വാർഷിക റിപ്പോർട്ട് എടുത്തു. ആ വാർഷിക റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് പാമോലിൻ ഇങ്ങനെ ഭയങ്കര രീതിയിൽ കയറ്റി അയക്കാൻ പോവുകയാണ്. നമ്മുടെ എന്ത് ചെയ്തു, മന്ത്രി അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശരത് പവാറാണ്. ശരത് പവാറുമായിട്ട് സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്, ഇത് പൂജ്യമായിരിക്കും എന്ന് പറഞ്ഞ് ധാരണയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ റിപ്പോർട്ടിൻ്റെ സാധനം കിട്ടി. അങ്ങനെ ഞാൻ അവിടുന്ന് മടങ്ങി വന്നിട്ട് ഇതടിച്ചു. അതായത് മലേഷ്യനെ സഹായിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇറക്കുമതി തീരുവ 0 ആക്കുന്നു, മാത്രമല്ല ഇത് നമ്മുടെ വെളിച്ചെണ്ണയെ തകർത്ത് തരിപ്പണമാക്കും പറഞ്ഞ് റിപ്പോർട്ട് അയച്ചു. അതിൽ വലിയ ഇടപെടലുണ്ടായി. അടുത്ത ദിവസം പത്രങ്ങളൊക്കെ അത് ഫോളോ അപ്പ് ചെയ്തു. മാതൃഭൂമി ദിനപത്രം തന്നെ അടുത്ത ദിവസം അവരുടെ എഡിറ്റോറിയൽ ചെയ്തു. ഇത് വന്നതിന് ശേഷം മാതൃഭൂമി ഇതിൻ്റെ വസ്തുക്കൾ ഉദ്ധരിച്ചുകൊണ്ട് ആ പാമോലിയം പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ടെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ കവർ സ്റ്റോറിയാക്കി മാതൃഭൂമി അത് എഡിറ്റോറിയൽ എഴുതി. അന്ന് നമ്മുടെ തോമസ് ഐസക്കായിരുന്നു ധനമന്ത്രി, അദ്ദേഹം പ്രതികരിച്ചു, ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ഘട്ടം ഘട്ടമായി നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യ ആസിയൻ കരാറിൽ ഒപ്പുവെച്ചു. നമ്മൾ ഒപ്പുവെച്ചു. അപ്പം ഇത്തരത്തിൽ അതായത് നമുക്ക് കിട്ടുന്ന ഓരോ സ്പാർക്കാണത്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പറയില്ലേ, പത്രക്കാരെ പറ്റി പറയില്ലേ, നിങ്ങൾ എന്താണ് വാർത്ത, ഏതോ ഒരു സിനിമയിൽ നമ്മൾ സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ, നിങ്ങളെപ്പോഴും 4 പുറത്ത് നോക്കണം, തെരുവിലൂടെ നോക്കണം, അവിടേക്ക് ഓരോ വാർത്ത ഉണ്ടാവും എന്ന് പറയുന്ന പോലെ
ഈ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇത് വെറുതെ തെങ്ങ് മാത്രം പാമ്പോലി യാതൊരു പ്രശ്നമില്ല, തെങ്ങ് കൂട്ടത്തോടെ വെട്ടി നിർത്തുന്നു. അപ്പൊ ആ സ്പാർക്ക് ഉണ്ടായി. പക്ഷെ അത് അന്വേഷിച്ച് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഈ വലിയൊരു വാർത്തയാണ്. എനിക്ക് അതിന് ഒരുപാട് അവാർഡുകൾ സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ അവാർഡ് കിട്ടിയിരുന്നു, VK മാധവൻകുട്ടി സ്മാരക ഈ അവാർഡ് കിട്ടിയിരുന്നു, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി. മാത്രമല്ല ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട് വലിയൊരു ഇടപെടൽ നടത്താൻ ആ രീതിയിൽ സാധിച്ചിരുന്നു. ഇപ്പൊ നമുക്കറിയാലോ എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ നമ്മുടെ റബ്ബർ, ആസിയാൻ കരാർ വന്നു, റബ്ബർ എന്ന സാധനം പൂർണ്ണമായി പോയില്ലേ. റബ്ബർ പൂർണ്ണമായും പോയല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഓരോ ദിവസം തന്നെ നമ്മൾ ഇങ്ങനെ ഈ ഡെസ്കിലേക്ക് ഇരിക്കുന്ന സമയത്ത് വരുന്ന വാർത്തകൾ എന്താ വെച്ചാൽ ഈ പല സ്ഥലത്തും തന്നെ റബ്ബർ കൃഷിയൊക്കെ ഉപേക്ഷിച്ച്, റബ്ബർ പൂർണ്ണമായി ഉപേക്ഷിച്ച് മറ്റേലേക്ക് പോകുന്നു. അതൊക്കെ ഈ ആസിയാൻ കരാറിന്റെ ഭാഗമായിട്ടുണ്ടായതല്ലേ. അപ്പൊ ആ രീതിയിൽ എനിക്ക് ഇടപെടാം, ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്, വാർത്തയിൽ ഇടപെടാൻ സാധിക്കും. അതേപോലെ വേറെ ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ചെയ്യുന്ന വേറൊരു സാധനം എന്നാൽ ഈ നമ്മുടെ പാകിസ്ഥാനിൽ നിന്നുള്ള പാക് പൗരന്മാരായ ഇന്ത്യക്കാരുണ്ട്. ഇപ്പൊ കേരളത്തിലില്ലാതെ ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞല്ലോ തിരിച്ചങ്ങോട്ട് കയറ്റി അയക്കണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ സിനിമ ഉണ്ടല്ലോ, പരദേശി എന്നൊരു സിനിമ ഉണ്ടല്ലോ, PT കുഞ്ഞുമുഹമ്മദിന്റെ, മോഹൻലാൽ അഭിനയിച്ചു. അപ്പോൾ അതിന്റെ പിറകിലെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് തന്നെ രാജസ്ഥാനിലൂടെ യാത്ര ചെയ്ത് ഒരു റിപ്പോർട്ട് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പല പാക് പൗരന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ അവര് പല ആൾക്കാരും തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മളൊരു രാജ്യമായിരുന്നല്ലോ, പലരും തന്നെ ജോലിക്കൊക്കെ ആയിട്ട് കറാച്ചിയിലൊക്കെ പോയിരുന്നു. കറാച്ചി പോവും. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിഭജനം വന്ന സമയത്ത് അവരവിടെ കുടുങ്ങിപ്പോയി. അവരുടെ കുടുംബം എവിടെയാണ്. ഇപ്പൊ മലപ്പുറത്തൊക്കെ ഉണ്ട് പല ആൾക്കാരും. അവര് അന്ന് ഇത് കറാച്ചിയും പ്രത്യേകിച്ച് മലപ്പുറമായിട്ടൊരു വലിയൊരു ബന്ധമുണ്ട്. അത് ഇന്നും ഉണ്ട്. കാരണം അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വെറ്റില ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഇവിടെയാണ്, തിരൂര പ്രദേശത്താണ്. ഈ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറ്റില ഈ തിരൂരിൽ നിന്നാണ് ഒരു കാലത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ജോലി തേടി കുറെ ആൾക്കാർ അവിടെ പോയി. അവർക്ക് എന്താ വെച്ചാൽ ഈ വിഭജനം വന്ന സമയത്ത് അവരവിടെ കുടുങ്ങിയതോടെ അവർ പാക് പൗരന്മാരായി. അവരെന്ത് ചെയ്തു, പിന്നീട് മക്കളെ കാണാനായിട്ട് ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു, അവര് പാക് പൗരന്മാരെയാണ്. പക്ഷെ അവരൊക്കെ പലരും തന്നെ വയോവൃദ്ധരായി. ഒരു മാനുഷിക പരിഗണന വെച്ച് എന്ത് ചെയ്യും, പോലീസൊക്കെ ഇവരെ സഹായിച്ച് അങ്ങനെ ഒരു സംഗതി കൈക്കൊള്ളും. പക്ഷേ പെട്ടെന്ന് ഈ AB വാജ്പേയി അധികാരത്തിൽ വന്നതോടുകൂടി നിയമം മാറുകയും ഈ നിയമം മാറി എന്ന് മാത്രമല്ല ഇവരെയൊക്കെ തിരിച്ചയക്കാനുള്ള ചില നടപടികൾ കൈക്കൊണ്ട്. അങ്ങനെ അന്ന് ഈ വാജ്പേയി ഭരിക്കുന്ന സമയത്ത് വാജ്പേയി ഭരണം മാറി വാജ്പേയി പ്രധാനമന്ത്രി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ നിന്നൊരു മലപ്പുറത്ത് ഒരാളെന്നെ പാക് പൗരൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറ്റി അയച്ച് അതിർത്തിയിലായപ്പോൾ അവിടുത്തെ പാകിസ്ഥാൻ സർക്കാർ പറഞ്ഞു ഇതൊന്നും ഞങ്ങളുടെ പൗരനല്ല, തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. അവർക്ക് അവിടെയും രേഖയില്ല ഇവിടെയും രേഖയില്ല. അപ്പൊ ഇത് വലിയൊരു മാനുഷിക പ്രശ്നം നടക്കുന്ന ഘട്ടത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റം നടക്കുന്ന സ്ഥലം പറഞ്ഞാൽ ഈ രാജസ്ഥാൻ ബോർഡറിലൂടെ നമ്മുടെ ജയ്സാൽമീറൊക്കെ അല്ലേ ആ സ്ഥലത്ത്. അപ്പൊ അന്ന് അവിടെ പോയിട്ട് അവിടുത്തെ എന്താ വെച്ചാൽ അവിടെ ഈ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ഹിന്ദുക്കൾ കുടിയേറുന്നുണ്ട്. പാകിസ്ഥാനിലെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരില്ല, അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ രാജസ്ഥാൻ ബോർഡർ വഴി അവർ കിടന്നതിന് ശേഷം അവരെന്ത് ചെയ്യും, അവരപ്പോൾ അനധികൃത കുടിയേറ്റക്കാരാണ്. പക്ഷെ അവർ ഹിന്ദുക്കളായതുകൊണ്ട് എന്ത് ചെയ്യും, ഈ BJP സർക്കാരൊക്കെ അവരെ സഹായിച്ച് അവർക്ക് രേഖകളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുത്ത് ആ രീതി ചെയ്യും. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള അനധികൃതമായി അതെന്ന് വെച്ചാൽ അത് ഇപ്പൊ കുടിയേറുകയാണ്. അവര് നിലവിൽ പാകിസ്ഥാൻ പൗരന്മാരാണ്. നമ്മുടെ അവിടെ പറഞ്ഞ ഇവര് പാകിസ്ഥാൻ പൗരന്മാരല്ല, ഇവര് യാദൃശ്ചികമായിട്ട് ഒരു വലിയ ഒരു വിഭജനം എന്നൊരു പ്രക്രിയയുടെ ഭാഗമായിട്ട് അവിടെ കുടിപ്പോയ ആൾക്കാരാണ്. ഇവരങ്ങനെയല്ല. ഇവര് അതിർത്തി ലംഘിച്ച് ഇവിടെ കിടക്കുന്നു, ഇവിടെ വരുന്നു, ഇവർക്ക് പൗരത്വം കൊടുക്കുന്നു, ഇവർക്ക് വേണ്ടി പൗരത്വം, അതിന് വേണ്ട എല്ലാ രാഷ്ട്രീയ ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനൊരു വാർത്ത മറ്റേ പാകിസ്ഥാനിൽ ഒരു പത്രത്തില് ഒരു തവണ വന്നിരുന്നു. ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ പാകിസ്ഥാനിൽ കുടിയേറിയ ഈ ആൾക്കാർക്കൊക്കെ ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കുന്നു പറഞ്ഞ് പാകിസ്ഥാൻ പത്രത്തിൽ വന്നൊരു വാർത്ത എൻ്റെ ശ്രദ്ധപ്പെട്ടു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പോയിരുന്നു. ഈ പ്രദേശത്ത് നമ്മുടെ ജോധ്പൂര്, ജയ്സാൽമീർ ആ മേഖലയിൽ പോയി ഇങ്ങനെ കുടിയേറിയ ഹിന്ദുക്കളെ കണ്ടെത്തി അവരുടെ ഇന്റർവ്യൂ എടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ പോയി നമ്മുടെ മലപ്പുറത്ത് പോയി ഇതിൻ്റെ രണ്ട് വൈരുദ്ധ്യം, ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരെ ഇങ്ങനെ കൈക്കൊള്ളുമ്പോൾ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരോട് കൈക്കൊള്ളുന്ന സമീപനമാണെന്ന് പറഞ്ഞ് ഇതിന്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുന്ന ഒരു റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തിരുന്നു. അതിന്റെ കണ്ടന്റ് എല്ലാം തന്നെ വിജയരാഘവൻ അത് രാജ്യസഭയിൽ അവതരിപ്പിച്ചിരുന്നു. ആ വിഷയത്തിൽ പിന്നീട് വളരെ മാനുഷികമായ ഒരു സമീപനം ഉണ്ടായി. നമ്മൾ പറയണമല്ലോ, ആ വിഷയത്തിൽ പിന്നീട് വന്ന ഈ മൻമോഹൻ സിംഗ് സർക്കാർ അവർ ഭരിക്കുമ്പോൾ ഒറ്റ ആളെ പോലും, കാരണം ഇതിന്റെ
ഏറ്റവും ഇതിന്റെ ദുരന്തം ഏറ്റവും ആകേണ്ടി വരുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഈ പാക്കുപൗരന്മാരാണ്. അവർക്കെതിരെ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല. ഇത് വീണ്ടും വരുന്നത് ഇപ്പം അടുത്ത് ഈ പഹൽഗാമിന് ശേഷമാണ് ഈ വിഷയം വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അന്ന് ഈ കാര്യം ഞാൻ പ്രോഗ്രാം ആക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അത് നമ്മൾ ഈ വിജയരാഘവൻ അന്ന് കോടിയേരി ആയിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. ഞാൻ കോടിയേരിയുടെ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു മാനുഷികമായ വിഷയത്തിൽ അതിൽ തന്നെ എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് എടുത്തു പറയേണ്ട വേറൊരു വസ്തുത. ഡൽഹിയിൽ നമുക്കിപ്പോഴും ഇതില്ലേ, നമ്മൾ ഈ വേദന പറയില്ലേ. ഇപ്പോൾ ഒരിക്കല് ഈ അന്ന് അത് ഏതാണ്ട് 2004, 2005 സമയത്താണ്. അപ്പം അന്നത്തെ ഒരു ഡൽഹി മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞ യാത്രയാണ് പ്രശ്നം. ഇന്നും അതെ കേട്ടോ. അപ്പോൾ അന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഉത്സവ സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ ഓണം അതുപോലെ വെക്കേഷൻ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിലാണല്ലോ ഭൂരിഭാഗം വരുന്ന മലയാളികൾ ട്രെയിനിലാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ട്രെയിനിന് വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നു, ടിക്കറ്റ് കിട്ടില്ല. പല ആൾക്കാർക്കും ടിക്കറ്റേ കിട്ടില്ല, പ്രത്യേകിച്ച് സ്ലീപ്പറിലൊന്നും ടിക്കറ്റ് കിട്ടില്ല. അതേ സമയത്ത് തന്നെ നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഈ ചില ഏജന്റുമാരുണ്ട്. ഏജന്റുമാർ വെച്ചാൽ അവർ ട്രാവൽ ഏജന്റുമാരായിട്ടാണ് നിൽക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് റെഡി ചെയ്ത് തരും. അപ്പൊ അന്ന് എന്താ വെച്ചാൽ അന്ന് ഇതില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് വെച്ചാൽ അന്ന് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. അന്ന് ആകെയുള്ളത് ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി നേരിട്ട് ടിക്കറ്റ് എടുക്കണം, അതല്ലാതെ വേറൊന്നുമില്ല. ബാക്കിയെല്ലാം നിയമവിരുദ്ധ. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരു ഏജന്റിനെ ചെന്ന് കണ്ടാൽ മതി, അത് നിയമപരമാണ്. അന്ന് അതില്ല. അന്ന് റെയിൽവേ ടിക്കറ്റ് എടുക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുക്കണം, അതല്ലാത്ത ബാക്കിയെല്ലാം നിയമവിരുദ്ധമാണ്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇതൊരു വലിയ വിഷയം മാറാൻ തുടങ്ങി. എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, മലയാളികൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ പോകും, ടിക്കറ്റ് കിട്ടില്ല. അപ്പൊ നേരെ എന്ത് ചെയ്യും, അവിടെ പോയി ഏജന്റുമാരെ കാണും. ഏജന്റുമാരെ കണ്ടതിന് ശേഷം ഒരു 2 ഇരട്ടി 3 ഇരട്ടിയും കാശൊക്കെ ചോദിക്കുക. യഥാർത്ഥ ടിക്കറ്റിന്റെ 3 ഇരട്ടി വരെ, അതാ സീസണിന്റെ പ്രാധാന്യം അനുസരിച്ച് ഈ ഏജന്റുമാർക്ക് കാശ് കൊടുത്ത് എന്ത് ചെയ്യും, ഈ ടിക്കറ്റ് ഉണ്ടാക്കും. അപ്പൊ ഇത് ഒന്നൊന്ന് പൊളിക്കണം തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ, ഞാൻ ആകെ ഒറ്റ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ പോയി ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി, ഒരു ഏജന്റിനെ കണ്ടു. എന്നിട്ട് ഈ അത് കുടുക്കി, അത് കൈരളിയിൽ ഒരു ഹെഡ്ലൈൻ വാർത്തയായി. അന്നത്തെ പ്രധാന വാർത്തയായി, അന്നത്തെ ന്യൂസ് അവർ ചർച്ചയായി. അന്ന് നമ്മുടെ എസ് അജയ്കുമാർ എന്ന പാർലമെന്റിന്റെ റെയിൽവേ കമ്മിറ്റിയിലുണ്ട്. എസ് അജയ്കുമാർ ഈ സാധനങ്ങളൊക്കെ എടുത്ത് അതിന്റെ CD ഒക്കെ വാങ്ങിച്ച് അദ്ദേഹം റെയിൽവേയുടെ ആ സമിതിയിൽ ഉന്നയിച്ചു. അങ്ങനെ റെയിൽവേ എന്ത് ചെയ്തു വെച്ചാൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന് ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്നെയും വിളിച്ചു കേട്ടോ. എന്നെയും വിളിച്ചിട്ട് അവിടെ റെയ്ഡ് നടത്തി അവിടുത്തെ ഒരാളെ പിടിച്ചു. അത് പിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു, അയാളെ കൊണ്ടുപോയിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ റെയിൽവേക്ക് ഒരു ഓഫീസുണ്ട്, റെയിൽവേ പോലീസിന് ഓഫീസുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അയാളെ പിടിച്ചങ്ങോട്ട് ആ ജയിലിനകത്ത് ഇട്ടു. അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ അതിനുശേഷം എന്താ വെച്ചാൽ ഇയാളുടെ അപ്പം അന്ന് അവിടുത്തെ ഒരു റെയിൽവേയുടെ ഉദ്യോഗസ്ഥനുണ്ട് കേട്ടോ. അയാളാണ് അവിടുത്തെ SP എന്തോ ആണ്, അയാളാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, അല്ല സംഗതി ശരി, നിങ്ങൾക്ക് നല്ലൊരു വാർത്ത കിട്ടി, പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഇതിന് പിറകിൽ ചില ഈ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. സംഗതി ശരി, നിങ്ങൾക്കൊരു ഹെഡ്ലൈൻ വാർത്ത കിട്ടി, പക്ഷെ ഇതിന് പിറകിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നതിൻ്റെ പിറകിൽ ചില സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അത് പരിഹരിക്കാതെ ഒരിക്കലും തന്നെ ഈ പ്രശ്നം മാറ്റാൻ പറ്റില്ല. അല്ല, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, പക്ഷേ നിങ്ങൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ സമയത്ത് എന്താ വെച്ചാൽ റെയിൽവേയിൽ മോഷണം നടത്തിയ ആൾക്കാരില്ലേ, അപ്പോൾ റെയിൽവേയിൽ മറ്റേ അതിനകത്ത് മോഷണം നടത്തിയ ഒരാളെ ഈ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു അലർച്ച കേൾക്കുന്നുണ്ട്, വല്ലാത്ത അലർച്ച. അപ്പം എന്താ വെച്ചാൽ ഈ ഒരു തൊട്ടപ്പുറത്ത് ഒരാളെ ഇങ്ങനെ കിടത്തിയിട്ടിരിക്കുകയാണ്, കമഴ്ത്തി കിടത്തിയിരിക്കുക. എന്നിട്ട് അയാളെ ഒരു പ്രത്യേക ഈ ബെൽറ്റ് കൊണ്ട് അടിക്കാൻ വേണ്ടിയുള്ള ബെൽറ്റ്, അതുകൊണ്ട് ഇങ്ങനെ അടിക്കപ്പെട്ടേ പറഞ്ഞ് അടിക്കുമ്പോൾ ഇയാൾ നിലവിളിച്ച് വരുന്നത്. അപ്പം എന്താ വെച്ചാൽ മോഷണം നടത്തിയിട്ട് പിടിച്ചിട്ട് കൊണ്ടുവന്ന് കരയുന്നത്. അപ്പം എന്നെ കണ്ടുകൊണ്ട് അവർ നിർത്തി സംഗതിയൊക്കെ നിർത്തി. പിന്നെ അത് കാണുന്നത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അറസ്റ്റ് ചെയ്ത ആളുടെ ഒരു ഭാര്യയും മോളും അവിടെ വരികയാണ്. അപ്പം ഇയാളിങ്ങനെ അകത്ത് കിടക്കും. ഒരുപാട് അത് ഒരു ചെറിയൊരു ഇത്രയേ ഉള്ളൂ വലിപ്പത്തിലുള്ളൂ, അതിനകത്ത് തന്നെ ഈ കൊള്ളാവുന്നതിലും അതിൽ ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊരു സോഷ്യൽ ഇഷ്യൂ എന്ന സംഗതിയില്ലേ, എന്തുകൊണ്ട് ഇയാൾ ചെയ്യേണ്ടി വരുന്നു എന്നൊരു സോഷ്യൽ ഇഷ്യൂ ഇല്ലേ.
അപ്പൊ ഇപ്പോഴും ആ ഒരു നമ്മളിങ്ങനെ അല്ല എന്നിട്ട് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നിയമപരമാക്കിയില്ലേ. അന്ന് ഒരു കുറ്റകൃത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ഞാൻ നടത്തിയത് എന്താണ് നടത്തിയതെങ്കിൽ ആ സാധനം എന്ത് വെച്ചാൽ നിയമപരമാക്കി. ഇപ്പൊ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏജൻസി തുടങ്ങാം, നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, എല്ലാം ചെയ്യാൻ നിയമപരമാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ എന്ത് കുറ്റകൃത്യമാണെങ്കിലും അതിന് പിറകിലുള്ള കുറച്ച് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യേണ്ടി വരുന്നത് അറിയാമല്ലോ സംഗതി. നമ്മുടെ സമൂഹത്തിലെ അസമത്വം, ജീവിക്കാൻ വേറെ മാർഗങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നൊരു ആസ്പെക്റ്റ് കൂടി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ എന്ത് വിഷയം കിട്ടിയാലും ഈ അതിൻ്റെ പുറകിൽ ഒരു സാമൂഹ്യാവസ്ഥ കൂടി ആലോചിക്കാറുണ്ട്. അപ്പോൾ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ തിരുവനന്തപുരത്ത് ഞാൻ ഈ റിപ്പോർട്ടറായിട്ട് ഇവിടെ ബ്യൂറോ ചീഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ എല്ലാ ചാനലിലും ഒരു വാർത്ത പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മഴക്കാലത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്നു, അതാണ് വാർത്ത. ആ നിലത്ത് കിടത്തി ചികിത്സിക്കുന്നതിൻ്റെ വിഷ്വല് എല്ലാ ചാനലിലും കിട്ടി. നമ്മളും അതെടുത്ത് വാർത്ത കൊടുത്തു. അപ്പോൾ ഈ വാർത്ത കൊടുത്ത് അതിനുശേഷം ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഡോക്ടർ എന്നെ വിളിച്ചു. ഡോക്ടർക്ക് എന്നെ പരിചയമുണ്ട്, നേരത്തെ പരിചയം. അത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല കൈരളിയിൽ ഇങ്ങനെ വാർത്ത പോകുന്നുണ്ട്, എന്താണ് അറിയാൻ. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെ ആവശ്യത്തിന് കണ്ടോ ആൾക്കാർക്ക് കിടക്കാനുള്ള സ്ഥലം നിലത്ത് കിടത്തി ചികിത്സിക്കേണ്ട ഒരു ആവശ്യം അപ്പോൾ സാഹചര്യം വന്നു. അപ്പോൾ അത് വാർത്തയെ കണ്ടു വെച്ചാൽ അപ്പോൾ ഒരു വാർത്തയെ കണ്ടു. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, 2-3 കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം. ഒന്ന്, ഈ തിരുവനന്തപുരത്തെ എത്ര പ്രൈവറ്റ് ആശുപത്രികളുണ്ട്? ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ ഇന്ന് ഈ പനി വന്നു കഴിഞ്ഞാൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നുണ്ടോ? ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ അവർക്കൊരു നിശ്ചിത സീറ്റുണ്ട്. ആ സീറ്റ് കഴിഞ്ഞാൽ അവർ പിന്നെ VVIPകൾക്കായിട്ട് എന്ത് ചെയ്യും, കുറച്ച് ബെഡുകൾ മാറ്റി നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നോ എൻട്രി. നിങ്ങൾക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആശുപത്രി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇല്ല ഇവിടെ ഫുള്ളാ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, മടങ്ങി വരുന്നു. അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ എവിടെയാണ് പോവുക? ചോദ്യം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എവിടെ പോവാൻ ഒറ്റ സാധനമുള്ളൂ, സർക്കാർ ആശുപത്രികളല്ലേ ഉള്ളൂ. ഈ സർക്കാർ ആശുപത്രികൾക്കും അതിനും പരിമിതിയുണ്ട്. ഇവിടെ പറഞ്ഞധികം കണക്ക് പറഞ്ഞു, ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പനി രോഗികളെ ചികിത്സിക്കുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളാണ്. ഈ സർക്കാർ ആശുപത്രികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളും തിരിച്ചയക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിലത്ത് കിടത്തി ചികിത്സിക്കും. ആ നിലത്ത് കിടത്തിയിട്ട് തന്നെ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചികിത്സ ഞങ്ങൾ കൊടുക്കുന്നു. നിലത്ത് കിടത്തി ചികിത്സിച്ചുകൊണ്ട് ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ അങ്ങനെ അനാസ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുത്തിട്ട് സർക്കാർ ഇടപെട്ടിട്ട് എന്ത് ചെയ്യട്ടെ, പുതിയ ഇതിന്റെ സംവിധാനം മെച്ചപ്പെടുത്തട്ടെ, പുതിയ കെട്ടിടങ്ങൾ, പുതിയ ബെഡെല്ലാം കൊണ്ടുവരട്ടെ. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതി. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കേണ്ട ഒരു കാരണം എന്തെന്നാൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രികളൊന്നും തന്നെ രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അത് ചോദിക്കുന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എത്ര വസ്തുതാപരമാണത്. ഞാൻ പറയുന്നത് ഇത്തരം സംഗതികളെ, ഇത്തരത്തിൽ എന്ത് വാർത്ത വന്നാലും, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഒരു 25 വർഷത്തിന്റെ ഇടയ്ക്ക് ഈ എൻ്റെ ഞാനിപ്പോൾ ഡെസ്കിലിരുന്ന ഒരു എഡിറ്റർ, ഞാനിപ്പോൾ ഇതിന്റെ ചീഫ് ന്യൂസ് എഡിറ്ററാണ്. എൻ്റെ മുന്നിൽ എന്ത് വാർത്ത വന്നാലും അതൊരു മോശം നടത്തിയൊരു സംഗതി ആയിരിക്കാം. എന്ത് വന്നാലും ഞാൻ ആദ്യം നോക്കുന്ന ഒരു വിഷയം പറഞ്ഞാൽ അതിൻ്റെ പിറകിലൊരു സാമൂഹ്യമായ ആസ്പെക്റ്റാണ്. ഒരു മോഷണായിരിക്കാം, ഒരു മോഷണ കേസിലെ പ്രതിയെ പിടികൂടി. എന്തുകൊണ്ട്? അത്തരത്തിലുള്ളൊരു അതാണ് നമ്മുടെ ഈ ഓരോ അനുഭവങ്ങളില്ലേ, ഈ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു പാഠം പറഞ്ഞ ഇതാണ്. അത് എന്തുകൊണ്ട് ഡൽഹിയിൽ ഞാനൊരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു. 10 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരാനുള്ള യഥാർത്ഥ കാരണം ഞാനതിനൊരു സത്യസന്ധമായിട്ട് പറയാം കേട്ടോ, വളരെ സത്യസന്ധമായിട്ട് പറയാണ്. അത് നിങ്ങൾ ഏത് പത്രക്കാരനോട് ചോദിച്ചാലും അവർ പറഞ്ഞ കാര്യമാണ്. ഈ ഡൽഹിയിൽ നമ്മൾ ഈ രാവിലെ എണീറ്റ് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തെരുവിലൂടെ പോയാലും നമ്മളെ ഒരു ഹോട്ടലിൽ പോയാലും എല്ലാ സ്ഥലത്തും നമുക്ക് കാണേണ്ടി വരുന്നത് ദാരിദ്ര്യമാണ്. ഇന്നും അതെ, എല്ലാ സമയത്തും നമുക്ക് കാണേണ്ടി വരുന്നത് ഈ ദാരിദ്ര്യമാണ്. എല്ലായിടത്തും ഗലികൾ, എല്ലായിടത്തും ഈ ചേരികൾ. പിന്നെ ഞാൻ പലപ്പോഴും തന്നെ രാത്രിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി പോകുന്ന സമയത്ത് ഞാൻ ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട്. ഈ കൊലപാതകം കഴിഞ്ഞിട്ടുള്ള ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മാത്രമല്ല, അവിടെ ഒരു അസുഖം വന്നാൽ എനിക്ക് അവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാനന്ന് ഏതാണ്ട് ഒരു കൈലാഷ് ഹോസ്പിറ്റൽ ആണ്, അവിടെ ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയാണ്. ഇതൊരു കൈയൊടിഞ്ഞ് ഒരു സർജറി, 1.5 ലക്ഷം രൂപ.
അന്ന് അത് ബില്ലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഇടപെട്ട് ബില്ലൊക്കെ കുറച്ച് തന്നു. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു സർക്കാർ ആശുപത്രി ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 10-25,000 രൂപയ്ക്ക് തന്നെ ചെയ്യാവുന്ന സംഭവമുള്ളൂ. ഈ രീതിയിൽ പറയല്ലോ നമ്മളുടെയും ഇങ്ങനെ നടക്കുന്ന സമയത്ത് കലാപങ്ങൾ കാണുക, ഇത് കാണുക, ഈ ദാരിദ്ര്യം കാണുക. അപ്പം ഇത് കണ്ടിട്ട് എനിക്കിങ്ങനെ കുറച്ച് ഇതൊന്നൊരു മാറി നിൽക്കണം എന്നൊരു സംഗതി വന്നു. നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാലേ, പക്ഷെ കേരളത്തിൽ അങ്ങനെ ഇല്ല. ഇപ്പൊ നമ്മൾ കോവിഡ് വന്നല്ലോ, ഈ കോവിഡ് വന്ന സമയത്ത് ഈ നമ്മൾ കണ്ടല്ലോ, അത് എത്ര പത്രക്കാര്, ഡൽഹിയിൽ എത്ര പത്രക്കാര്, വിജയമോഹൻ പറഞ്ഞ മനോരമയുടെ അവിടുത്തെ ബ്യൂറോ ചീഫ്, അദ്ദേഹം പോലും മരിച്ചില്ല. എത്ര പത്രക്കാർ മരിച്ചു. DM നായർ എന്ന് പറഞ്ഞ് ഡൗൺ ടു എർത്തിൽ പ്രവർത്തിച്ചത് മലയാളികൾ, ഒരുപാട് സുഹൃത്തുക്കൾ മരിച്ചു. കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല ഇത് ആതുര സേവന രംഗം, തലസ്ഥാന നഗരമായിട്ട് കാര്യമില്ല, ആതുര സേവന രംഗം പറഞ്ഞാൽ പരിതാപകരമാണ്. അപ്പൊ ഇത്തരത്തിലെ ഒരു വല്ലാത്ത നമുക്കുണ്ടല്ലോ, ഡൽഹിയിലെ ഒരു പത്രക്കാരൻ എന്ന രീതിയിൽ ഡൽഹിയിൽ നമുക്ക് ജോലി ചെയ്യാൻ നല്ല സ്ഥലമാണ്. പക്ഷെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ജീവിക്കാൻ തീരെ പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ നോക്ക് ഡൽഹിയിലെ ഇപ്പോഴത്തെ പത്രക്കാരുടെ അവസ്ഥ വെച്ചിട്ട് അതിൽ കൂടുതലും ഇങ്ങനെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന പത്രക്കാരില് ഞാനുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്നതിൽ ഇത് പകുതിയിലധികം ആൾക്കാർ ഇപ്പൊ നാട്ടിലാണ്. ശുദ്ധമായി കിട്ടുന്നില്ല, അതാ സംഗതി. നിരന്തര അസുഖങ്ങൾ, ശുദ്ധമായി കിട്ടുന്നില്ല, നല്ല ചികിത്സ കിട്ടുന്നില്ല. വിദ്യാഭ്യാസം പറഞ്ഞാല് ഈ കേരളത്തിലെ നമ്മുടെ ഒരു സർക്കാർ സ്കൂളുകളുടെ നിലവാരത്തിലുള്ളൊരു വിദ്യാഭ്യാസം അവിടെ കിട്ടണമെങ്കിൽ നമുക്ക് താങ്ങാനാവാത്ത ഫീസ് കൊടുക്കണം സ്വകാര്യ സ്ഥാപനങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ നാട്ടിലേക്ക് മടങ്ങാനുള്ളൊരു യഥാർത്ഥ കാരണം പറഞ്ഞാൽ അതാണ്. ഞാനിപ്പോൾ ഈ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഞാൻ ഡെസ്കിലാവുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ഒരുപാട് സ്വന്തം രീതിയിൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെതായ സാധ്യതകൾ പൂർണ്ണമായും കണ്ടെത്തുന്ന ഒരാളാണ് പത്ര ജേർണലിസ്റ്റിന്. ഇപ്പോൾ പാരീസ് കാലാവസ്ഥ ഉച്ചകോടി, നമ്മൾ പരിസ്ഥിതി മാധ്യമ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയം നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 2015 പാരീസ് കാലാവസ്ഥ ഉച്ചകോടിയാണ്. പാരീസ് അഗ്രിമെന്റ് ഒപ്പിട്ടു. അപ്പൊ ഇന്ത്യയിൽ അതിൽ പങ്കെടുക്കാൻ പറ്റിയ അന്നവിടെ ഒരു 4 പത്രക്കാരാണ് ആകെ ഇന്ത്യയിൽ നിന്ന് അതിൽ പങ്കെടുത്തത്. അതിലൊരാൾ ഞാനായിരുന്നു. അതെന്ന് വെച്ചാൽ അത് പാരീസ് കാലാവസ്ഥ ഉച്ചകോടിയുടെ മുന്നോടിയായിട്ട് ഈ ടെറി എന്നൊരു സംഘടന ഉണ്ട്, ട്രഡീഷണൽ എനർജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട, അന്ന് പച്ചോരി ആയിരുന്നു അന്ന് അതിൻ്റെ ഹെഡ്. അപ്പോൾ അദ്ദേഹം ഇത് വെച്ചാൽ ഈ പാരീസ് കാലാവസ്ഥ ഉച്ചകോടിയുടെ മുന്നോടിയായിട്ട് ഈ ഒരു 50 പത്രക്കാരെ സെലക്ട് ചെയ്ത്, അത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ, സാർക്ക് രാജ്യങ്ങൾ, യൂറോപ്പ്, ആഫ്രിക്ക, ഒരു മീഡിയ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അപ്പൊ അവർ ഒരാഴ്ചയോളം നമുക്ക് ക്ലാസ് തന്നു, പിന്നെ കുറെ ഇതൊക്കെ തന്നു. അതിനുശേഷം അവരൊരു കോമ്പറ്റീഷൻ അവർ തന്ന ഇതിന്റെ ക്ലാസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കി അതിലേറ്റവും നമ്പർ 1 തിരഞ്ഞെടുക്കുന്ന ആളെ ഇവർ നിന്ന് വെച്ചാൽ ഇവർ പാരീസ് കാലാവസ്ഥ ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർ സ്പോൺസർ ചെയ്യും. ഒരു 10 ദിവസം പാരീസിൽ താമസിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, അവരെന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. അങ്ങനെ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടർ, ഹിന്ദു, എല്ലാ യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ആഫ്രിക്കൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ചെയ്ത റിപ്പോർട്ട് എന്നാൽ, അന്ന് ഈ സ്വച്ഛ ഭാരത് പദ്ധതി നടപ്പിലാക്കിയ സമയമാണ്. അപ്പൊ അന്ന് പക്ഷെ റെയിൽവേയിൽ അന്ന് ഈ ടോയ്ലറ്റ് വന്നിട്ടില്ല. അപ്പൊ അന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഈ റെയിൽവേയിലെ ഈ മാലിന്യങ്ങളില്ലേ, ഈ കക്കൂസ് മാലിന്യല്ലേ, അപ്പൊ ഞാൻ അന്ന് തിരുവനന്തപുരം ഇവിടെയൊക്കെ പോയി, രാവിലെ പോയിട്ട് ചില ട്രെയിനിൽ നിങ്ങളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ കൊണ്ട് ലോക കക്കൂസ് മാലിന്യമാണ്. അപ്പൊ അതെല്ലാം ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഇതിന്റെ ഡാറ്റാസും കണക്കുകളും എടുത്ത്, ഒരു വശത്ത് ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെ കൊല്ലത്ത് റെയിൽവേ ലൈനിന്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ മാലിന്യം വന്നിട്ട് അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോ അന്ന് സുരേഷ് പ്രഭു ആയിരുന്നു റെയിൽവേ മന്ത്രി കേട്ടോ. അപ്പൊ അന്ന് ഈ ഒരു കോൺക്ലേവിന്റെ ഭാഗമായിട്ട് സുരേഷ് പ്രഭുവായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഈ കക്കൂസ് മാലിന്യം എന്ത് ചോദിച്ചപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ആ വിഷയത്തിൽ അത്ര അദ്ദേഹം ഇങ്ങനെ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം അന്ന് എനിക്ക് മറുപടി പറഞ്ഞാല്, ഇന്ന് ഇതിനകത്ത് ദർ ഇസ് നോ അതർ പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്നാ പറഞ്ഞിരുന്നത്. പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഉണ്ട്, ഈ ടോയ്ലറ്റ്, അത് പിന്നീട് വന്നല്ലോ, പക്ഷെ അയാൾ അത് പറഞ്ഞു. എന്ന് മാത്രമല്ല അതിന് ഭയങ്കര കോസ്റ്റ് വരുമെന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാല്, ഇതിന്റെ എല്ലാം കണക്കെടുത്തു, ഇതിന്റെ വിഷയം എടുത്തു, ഇതുകൊണ്ട് ഈ ദോഷം അനുഭവിക്കുന്ന ആൾക്കാരുടെ ബൈറ്റുകളൊക്കെ എടുത്തു. അതോടൊപ്പം തന്നെ ഈ പണമില്ല, അതിന്റെ ഒരു സാമ്പത്തിക ആസ്പെക്ട്, പണമില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അന്ന് ആ നടപ്പ് വർഷം കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്കായിട്ട് ബജറ്റിൽ നൽകിയതിന്റെ കണക്ക് കൊടുത്തു. എന്നിട്ട് അന്ന് അങ്ങനെ ഒരു സ്റ്റോർ ചെയ്തു.
അത് കൈരളിയിൽ എയർ ചെയ്തു. ഞാൻ പിന്നെ അത് ഇംഗ്ലീഷിലൊക്കെ എഴുതിയിരുന്നു. ഇംഗ്ലീഷിൽ ചില ഈ അസമിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പത്രം, ഒരു പത്രത്തിന്റെ പത്രാധിപരായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നോർത്ത് ഈസ്റ്റ് ടൈംസ്, അതിനകത്ത് ഇതിന്റെ ഒരു ഇംഗ്ലീഷ് സാധനം വന്നിരുന്നു. ഞാനിത് അയച്ചു കൊടുത്തു. അന്ന് ഈ രണ്ടുപേര് ഒപ്പത്തിനൊപ്പായി, മാർക്ക് ഒപ്പത്തിനൊപ്പായി. എനിക്കും പിന്നെ ഈ കാശ്മീരിൽ ഒരു ആദിൽ പർവേഷ് എന്നൊരു ജേർണലിസ്റ്റ്, അദ്ദേഹം റോയിട്ടേഴ്സിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞങ്ങളെ രണ്ടുപേരും ഒപ്പത്തിനൊപ്പായി. അങ്ങനെ ഒരു 19ഓളം പത്രക്കാരിൽ നിന്ന് നമ്മൾ രണ്ടുപേരെയും അവർ സെലക്ട് ചെയ്ത് നമ്മൾ പാരീസിൽ പോയി. അങ്ങനെ ഈ പാരീസ് ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ആ പാരീസ് ഉച്ചകോടി ഇതൊക്കെ അതിൻ്റെ ആ പാരീസ് ഇതിൻ്റെ ഡിക്ലറേഷൻ, ഉടമ്പടി, അത് നേരിട്ട് അറിയിക്കാൻ പറ്റി. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ അവിടെ ചെന്ന് കുറേ സേഴ്സ്, ഇപ്പോൾ പാരീസിലെ ദാരിദ്ര്യത്തെ പറ്റി ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാരീസിലെ ദാരിദ്ര്യം, ഞാൻ പാരീസ് ടൗണിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ അങ്ങനെ ഭിക്ഷക്കാരുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നേരെ ഇവിടെ പോയി, മറ്റേ ഇവരുടെ ഫ്രാൻസിന്റെ പഴയ കോളനിയല്ലേ മയ്യഴി. മയ്യഴിയിൽ നിന്ന് ദാരിദ്ര്യം ഇല്ല, മയ്യഴിയിൽ ഭിക്ഷക്കാരെ കാണില്ല. അപ്പം ഞാൻ അവിടെ പോയി ഈ പാരീസിലെ ഭിക്ഷക്കാരെ കണ്ട് ഇവിടെ വന്നിട്ട് മയ്യഴി പോയി തെരുവിലൊന്നും ഭിക്ഷക്കാരില്ല പറഞ്ഞു. അങ്ങനത്തെ വാർത്തകളൊക്കെ ചെയ്തു. അപ്പം സ്വന്തമായി ഇത്തരം ഈ കാര്യങ്ങൾ. അതുപോലെ ഞാൻ ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്. ആഫ്രിക്ക, അത് ഞാൻ അതൊക്കെ ഫെലോഷിപ്പ് കിട്ടി പോയതാണ്. ആഫ്രിക്കയിൽ പോയി ഇത് നമ്മുടെ ആഫ്രിക്കയിലെ അബ്ലോബ്ലാഷി എന്നൊരു സ്ഥലം. അബ്ലോബ്ലാഷിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇ വേസ്റ്റ് തള്ളുന്ന സ്ഥലം. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഈ വേസ്റ്റുകളില്ലേ, ഇന്ത്യയിൽ നിന്നുള്ള ഈ വേസ്റ്റുകൾ പോലും എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ കപ്പലിൽ അങ്ങോട്ട് കയറ്റി വെച്ചൊരു സ്ഥലം അബ്ലോബ്ലാഷി. അത് ഈ ഘാനയില് അവിടെ ഒരു വലിയ പ്രദേശമാണ്. എല്ലാം അവിടെ കൊണ്ടുപോയി തള്ളുന്നു. ആ പ്രദേശത്ത് എന്ന് വെച്ചാൽ അമ്മമാരുടെ മുലപ്പാൽ വരെ വിഷമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ അബ്ലോബ്ലാഷിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ആ ഏരിയ പറഞ്ഞാൽ മൊത്തം ഒരു ഇ വേസ്റ്റ് മാഫിയയുടെ പിടിയില്ല. ഇ വേസ്റ്റ് മാഫിയ പറഞ്ഞാൽ ഈ അവിടുത്തെ ഘാന സർക്കാർ വരെ നിർണായക സ്വാധീനമുള്ള ഇതാണ്. നമ്മൾ പറയില്ലേ ഈ മയക്കുമരുന്ന് മാഫിയ എന്ന് പറയില്ലേ, അതുപോലുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ അവിടെ അവിടുത്തെ ഒരു പത്രക്കാരനുണ്ട്. ആ പത്രക്കാരനാണ് അതിൽ ശരിയാക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് അരമണിക്കൂറേ നിൽക്കാൻ പറ്റുള്ളൂ. അരമണിക്കൂർ അതിന് നമ്മൾ $100 സംതിങ് ആണ്, $100 കൊടുക്കണം. അപ്പോൾ ഈ മാഫിയക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, അവരെല്ലാം കാണിച്ചു തരും, അരമണിക്കൂർ കേട്ടോ. അവിടുത്തെ വലിയ ബിസിനസ്സാണ്. അപ്പൊ അതങ്ങനെ ഞങ്ങളങ്ങനെ 4 പത്രക്കാരുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇപ്പൊ ബോംബെയിലുള്ള ഒരു പത്രക്കാരിയുണ്ട്, തബാസു എന്ന് പറഞ്ഞ്, അന്ന് ഇന്ത്യൻ എക്സ്പ്രസിലായിരുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ 2 പേര്, ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഷെയർ കിട്ടി കാശെടുത്ത് അവർക്ക് കൊടുത്ത്, അങ്ങനെ അതിലൊരുത്തൻ ഇങ്ങനെ കൊണ്ടുപോയി എല്ലാം കാണിച്ച് അവിടുത്തെ ക്യാൻസർ രോഗികൾ. അങ്ങനെ ഞാനിങ്ങനെ അതിൻ്റെ പേര് അടിമത്തത്തിൻ്റെ രണ്ടാം വരവ് എന്ന പേര് ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. ആ ഡോക്യുമെൻ്ററിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരള നിയമസഭയുടെ EK നായനാർ, മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തകൻ EK നായനാർ പുരസ്കാരം കിട്ടി. മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ്, പരിസ്ഥിതി ഡോക്യുമെൻ്ററിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടി. ഞാൻ ഇത് എഴുതിയിരുന്നു, ഒരു 5 ലക്കങ്ങളായിട്ട് ഈ മലയാളം വാരികയിൽ എഴുതിയിരുന്നു. അപ്പൊ ഈ രീതി, അതായത് നമ്മുടെ നാട്ടിലൊരു ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലും പോയി അവിടെ തള്ളി അവിടുത്തെ കുട്ടികൾക്കെല്ലാം തന്നെ മാരകമായ പ്രശ്നം, ഈ അത്ര വിഷയങ്ങൾ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾ, നേപ്പാളിൽ ഞാൻ 5 തവണ പോയിട്ടുണ്ട്. 5 തവണ നേപ്പാളിൽ എല്ലാം വ്യാപകമായി അവിടുത്തെ എല്ലാ പ്രദേശങ്ങളിലും, അതായത് അവിടെ രാജഭരണം നടക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മാവോയിസ്റ്റുകൾ ഭരിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. ഭൂട്ടാനിൽ പോയിട്ടുണ്ട്. പിന്നെ ഫിലിപ്പീൻസ് പോയിട്ടുണ്ട്. മലേഷ്യയിൽ പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ UAE പോയിട്ടുണ്ട്. UAE പോയി ചെയ്തൊരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ പോയി ചെയ്തൊരു സ്റ്റോറി പറഞ്ഞാൽ, ഒരു വീട്ടിനകത്ത്, അത് ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോഴൊക്കെ ഏറെ പ്രസക്തമായുള്ള സ്ഥലം. അവിടെ എന്താ വെച്ചാൽ അവിടെ ഒരു വീട്ടിൽ പോയ സമയത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ വീട്. ആ വീട്ടിൽ എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ഇവരാണ് ഈ ഗുജറാത്തി ഹിന്ദുക്കൾ, നല്ല ഗുജറാത്തി ഹിന്ദുക്കൾ, അവരൊക്കെ ഒരു സ്ഥലത്ത്. ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ മലയാളികൾ, നമ്മുടെ ആൾക്കാർ. ഈ സ്ഥലത്ത് പറഞ്ഞാൽ പാകിസ്ഥാൻകാരാണ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഒത്രയൊരു സ്ഥലമുള്ളൂ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ദൈവങ്ങൾ, ഹിന്ദു ദൈവങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ ഗുജറാത്തികൾ. അത് നോമ്പുകാലായി കഴിഞ്ഞാൽ അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഖുറാൻ വെച്ച് പ്രാർത്ഥനയാണ്. ഇവിടെ മലയാളികൾ, ഇവരൊക്കെ ഒരുമിച്ച് പാട്ട്, ഡാൻസ്, സംഗതി, അതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ ഒരു റൂമിനകത്തുള്ള ഇന്ത്യ പാകിസ്ഥാൻ,
എന്ത് സൗഹാർദ്ദപരമായിട്ടാണെന്ന് അറിയോ. അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ അവിടെ ഈ ക്രിക്കറ്റ് മത്സരമൊക്കെ ഭയങ്കര രസമാണ് പറയുന്നത്. ഇന്ത്യൻ പാകിസ്ഥാൻ മത്സരമാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കാണും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കൂവി വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതിന്റെ വിഷയം എന്താ അറിയും, എന്താണ് ഇതിന്റെ സ്റ്റോറി എന്താ വെച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഈ 3 പേരുടെയും പ്രശ്നം എന്താണ്. ഇവിടുന്ന് പോയ അന്ന് നമ്മുടെ ഒരു പാട്ടുപാടാൻ പറഞ്ഞപ്പോൾ പാകിസ്ഥാൻകാർ പറഞ്ഞൊരു പാട്ടുണ്ട്, എന്നറിയോ, പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പാനം കളിക്കുന്നില്ല. നമ്മുടെ പാട്ടാണ് ഈ പാകിസ്ഥാൻകാർ പാടുന്നത്. അപ്പോൾ ഈ ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇവരൊക്കെ എന്തുകൊണ്ട് ചോദിച്ചാൽ ഇവർ പറയുന്നത് ഇവരുടെയൊക്കെ എന്തുകൊണ്ടാണ്, അതൊന്നും വലിയ ഉദ്യോഗങ്ങളാണ്. അതിനകത്ത് ഈ 3 കാറ്റഗറിയിൽ ഏറ്റവും നല്ല ജോലി ആരുടെ അറിയും, മലയാളികളുടെയാണ്. മലയാളികൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറെ നല്ല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാർ. ബാക്കി ആൾക്കാർ ഗുജറാത്തികൾ അതുപോലെ പാകിസ്ഥാൻകാരും പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ട് എന്താ വിഷയം എന്ന് വെച്ചാൽ പട്ടിണി ദാരിദ്ര്യം കഷ്ടപ്പെടും. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്, അത് ദാരിദ്ര്യമാണ് അടിസ്ഥാന വിഷയം. അപ്പൊ ഈ ദാരിദ്ര്യം എന്ന അടിസ്ഥാന വിഷയത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പ്രശ്നം പരിഹാരമുണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ, അത്തരം വാർത്തകളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ വന്നാലും വരുമ്പോ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനത്തെ ഈ സ്വന്തമായിട്ട് അതിന് നമ്മളെ സഹായിക്കാൻ പറ്റിയ ഒരുപാട് സുഹൃത്തുക്കൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ അതിനുള്ള അവസരങ്ങളെല്ലാം തന്നെ ഞാൻ ഒരുപാട്, ഇപ്പം എനിക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാശെല്ലാം ഞാൻ ഇത്രയും യാത്രകൾക്കൊക്കെ ആയിട്ടാണ് ചെലവഴിക്കുക. അതുപോലെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സോളാർ അന്ന് മുഖ്യമന്ത്രിയെന്ന് ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി ഈ സോളാറിനെ പറ്റി ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഞാനാണ്. സോളാർ നമ്മുടെ കൈരളിയുടെ ഈ പി വി കുട്ടനാണ് ആ സാധനം ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്നത്, ഈ പി വി കുട്ടനാണ്. പക്ഷെ അന്ന് നമ്മൾ രാവിലെ ഒരു ദിവസം ബ്രേക്ക് ചെയ്തു. രാവിലെ സാധനം അതറിയാലോ, ജോപ്പനിലൂടെ തുടങ്ങുന്നു. ജോപ്പൻ സരിതയുമായി സംസാരിച്ച ഈ ഫോൺ സംഭാഷണങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10-200 ടെലിഫോൺ കോളുകൾ. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എന്തിനെ ഈ ഇത്ര 10-200 തവണ ഇങ്ങനൊരു കേസിലെ പ്രതിയുമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫോൺ സംഭാഷണം ഒരു ദിവസം രാവിലെ, അന്ന് നിയമസഭയുള്ള സമയം, നമ്മൾ രാവിലെ അടിക്കുകയാണ് കൈരളി. അന്ന് ഞാനപ്പം നിയമസഭയിലുണ്ട്. അപ്പൊ ഏതാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജോപ്പന് ചുറ്റും കുറെ പത്രക്കാരിങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അന്ന് ഈ പത്രക്കാരുടെയൊക്കെ അന്ന് ഞാൻ ആരുടെയും വ്യക്തിപരമായി പറയുന്നില്ല, അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്തോ ഒരു ക്രൂരകൃത്യം ചെയ്ത പോലെ. ജോപ്പൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെതായ അനിഷ്ടം പ്രഖ്യാപിച്ചു. പക്ഷെ അത് ഓക്കെ, നമുക്കറിയാവുന്നില്ല. പക്ഷെ അന്ന് എന്തോ ഈ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിട്ടുള്ള പത്രക്കാർ അവരെന്തോ വലിയൊരു ക്രൂരകൃത്യം ചെയ്ത പോലെയായിരുന്നു. അപ്പൊ അതും കഴിഞ്ഞ് അന്ന് വൈകിട്ടാണ് ഉമ്മൻചാണ്ടി ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. ക്യാബിനറ്റ് ബ്രീഫിംഗ് അന്ന് വൈകിട്ട്. അപ്പൊ അന്ന് ഉമ്മൻചാണ്ടിയോട് ഞാനാണ് ആദ്യം ഈ ചോദ്യം ചോദിക്കുന്നത്. സോളാർ ഇടപാട് അറിയാലോ, അതിലെ പ്രതിയാണല്ലോ സരിത, അങ്ങയുടെ വിശ്വസനായിട്ടുള്ള ഇന്ന ഉദ്യോഗസ്ഥൻ ജോപ്പൻ 200ഓളം തവണ സരിതയെ വിളിച്ചിരിക്കുന്നു. ഇത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം ഇതിലെന്തോ ക്രമക്കേടുണ്ട്, എന്താണ് താങ്കളുടെ പ്രതികരണം? അതിന് ഉമ്മൻചാണ്ടി നൽകിയ മറുപടി ഉണ്ട്, അദ്ദേഹത്തിന്റെ മുഖഭാവം, അതിനകത്ത് എല്ലാ സംഗതി ഉണ്ടായിരുന്നു. പിന്നീട് ആ സോളാറാണ് ഉമ്മൻചാണ്ടിയെ അങ്ങോട്ട് ഇല്ലാതാക്കിയത്. അപ്പൊ ആ സമയത്ത് ആ സോളാർ സമരം നടക്കുന്ന സമയത്തും ഇത്തരം അന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചല്ലേ, അത് മാധ്യമ രംഗത്ത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലായി, ഞാനിതിപ്പോൾ ഒരാളെ നന്നാക്കുക അല്ലെങ്കിൽ മറ്റേ മോശമാക്കുക ചെയ്യുന്നത്. ഇന്നിപ്പോൾ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തുകയാണ്, ക്യാബിനറ്റ് കഴിഞ്ഞ് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പിണറായിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം പത്രക്കാർക്ക് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കാം. അദ്ദേഹത്തിന്റെ മോളെ പറ്റിയിട്ടും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നു, അതിനൊക്കെ അദ്ദേഹം കഴിയാവുന്ന രീതിയിൽ മറുപടി പറയാറുണ്ട്. പക്ഷേ അതിന്റെ ഇടയിൽ കയറിയിട്ട് ഒരാളും തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ ആരും തന്നെ കയറിയിട്ട് ഈ കൈരളിയിലെ ദേശാമല്ലി ഒരാൾ കയറിയിട്ട് എന്ത് ചെയ്യും, വിഷയം മാറ്റാറില്ല. പക്ഷെ അന്ന് സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് കത്തി നിൽക്കുന്ന സമയത്ത് ഒരു പത്രസമ്മേളനം നടക്കുകയാണെങ്കിൽ ഇവിടുത്തെ പല പത്രക്കാരും തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കൈ പിടിച്ച് ഇന്നൊന്നും ചോദിക്കരുത്, സോളാറിനെ പറ്റി ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജോപ്പനെ പറ്റി ചോദിക്കല്ലേ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിക്കരുത്. ഏതായാലും നമ്മൾ മുഖ്യമന്ത്രി അറിയാലോ, ഉമ്മൻചാണ്ടി അറിയാലോ, നല്ല തന്ത്രജ്ഞാന നേതാവാണ്, അദ്ദേഹത്തിന്റെ ഗൗരവം അദ്ദേഹം പറയാൻ തയ്യാറായിട്ട് വന്നിരിക്കും. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഉമ്മൻചാണ്ടി പറഞ്ഞു കഴിയുമ്പോഴേക്കും വേറൊരാൾ കയറിയിട്ട് അല്ല നമ്മുടെ പ്രതിപക്ഷം മറ്റേ വിഷയം മാറ്റുന്നു, സംഘടിതമായ രീതിയിൽ വിഷയം മാറ്റുന്നു. അപ്പോ ആ ഒരു അവസ്ഥയില് അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഈ സോളാർ പോലുള്ള സംഗതി കത്തിക്കുന്ന സമയത്തെല്ലാം തന്നെ
നമുക്ക് അതിൻ്റെയൊക്കെ ഭാഗമായി ഒരുപാട് റിപ്പോർട്ടുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഡെസ്കിലേക്ക് മാറി. ഇത് നമ്മളെന്താ വെച്ചാലേ ഇപ്പം നമുക്ക് രാഷ്ട്രീയമുണ്ട്. ഇപ്പം കൈരളി എന്ന് പറയുന്ന ഈ ചാനലിലും കൈരളിയിലെ മാധ്യമപ്രവർത്തകർ എനിക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ട്. ഞാനിപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ പോകുന്നു, പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തുന്നു. ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷക്കോ ദോഷകരമാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും പത്രക്കാർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനവിടെ മിണ്ടാതിരിക്കും. അവർ പറയട്ടെ, അവർ ചോദിക്കട്ടെ, അവരെന്താ ചോദിക്കട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. ഈ നേതാക്കന്മാർക്ക് അതിനുള്ള മറുപടി പറയാം. അവരത് പറയുന്നുണ്ട്, അവർക്കത് പറയാതിരിക്കും ചെയ്യാം. പക്ഷെ ഇവിടെ അതല്ല നടക്കുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങളൊന്ന് നോക്കുക, ഇപ്പൊ നമ്മുടെ വി ഡി സതീശൻ ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. എത്ര ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അദ്ദേഹത്തിന് തന്നെ. അവിടെ ആകെ കൈരളി ദേശാമാരും ചോദിക്കും, വേറൊക്കെ തലകുലുക്കി അതേപോലെ പോകും. അതുപോലെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഒരു പത്രസമ്മേളനം നടത്തുന്നു, ആ രീതിയിൽ പോകും. അതായിക്കോട്ടെ, അതെന്താ വെച്ചാൽ ഞാൻ അതിനകത്ത് പത്രക്കാരെ കുറ്റം പറയില്ല, കാരണം അവരുടെ മാനേജ്മെന്റിന്റെ നിലപാട് അതാണ്. ഇപ്പോ BJP-യെ അനുകൂലിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണെങ്കിൽ അവർക്ക് ചെന്നിട്ട് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്ത് അദ്ദേഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു സാധനത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് മിണ്ടാതിരുന്നോട്ടെ, അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഉമ്മൻചാണ്ടി സോളാർ എന്ന വിഷയം, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം തന്നെ അറിയാലോ, ഇല്ലാതാക്കിയത് ആ വിഷയമാണ്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം ഇല്ലാതാക്കിയത് ആ വിഷയമാണ്, രാഷ്ട്രീയ ഭാഗം ഇല്ലാതാക്കിയ വിഷയമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടിയെ പോലെ ഒരാള് ഒരു പത്രസമ്മേളനം നടന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് ഉമ്മൻചാണ്ടിയൊക്കെ വലിയ താല്പര്യം വിധേയത്വം എടുത്ത ഒരു പത്രക്കാർക്കാണ്. അത് വളരെ സംഘടിതമായ രീതിയിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അതിന് തടസ്സം ഉണ്ടാക്കുക. അതുപോലെ ഇതിനു മുമ്പ് നമ്മളടുത്ത് വന്നിട്ട് ഇത് ചോദിക്കല്ലേ അങ്ങനെ പറയുക. അത് ചെയ്യുന്നത് അതൊരു പ്രത്യേക ഗാങ്ങായി മാറുന്നു. അവരുടെ താല്പര്യം പറഞ്ഞ രാഷ്ട്രീയ താല്പര്യത്തിനുപരിയായിട്ട് പലർക്കും വ്യക്തി താല്പര്യങ്ങളുണ്ടാവാം. അങ്ങനെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതൊരിക്കലും തന്നെ നമ്മുടെ ഈ മറ്റേ മാധ്യമ പ്രവർത്തനത്തിൽ ചേർന്നതല്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും പക്ഷെ അതേ സമയത്ത് ഞാൻ ഇപ്പൊ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വിജയ് മോഹനൊക്കെ രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഡൽഹിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ തന്നെ അവിടുത്തെ കേരളത്തിൽ തന്നെ ഏറ്റവും ഇപ്പൊ നീന വ്യാസ് BJP കൈകാര്യം ചെയ്യുന്ന ഒരു റിപ്പോർട്ടറായിരുന്നു, നമ്മുടെ ഹിന്ദുവിന്റെ റിപ്പോർട്ടറായിരുന്നു. ഈ കോൺഗ്രസിന്റെയും BJP-യുടെ ഒക്കെ വാർത്താ സമ്മേളനം നടന്ന സമയത്ത് അവരൊക്കെയാണ് അങ്ങനെയുള്ള. ഇപ്പൊ ഹരീഷ് ഖരെ പിന്നീട് ഇത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രൊഡ്യൂസർ ആയല്ലോ. അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, പക്ഷെ അവരൊന്നും തന്നെ ഈ സംഗതി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇടപെട്ടിട്ട് ഏതെങ്കിലും ഒരു ആൾക്കാരെ രക്ഷിക്കാനായിട്ട് വേണ്ട ഈ PR വർക്ക് ചെയ്യുക, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിഷയം മാറ്റി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സംഘം നമ്മുടെ വളരെ സജീവമായ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംഘം വളരെ സജീവമായ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരു കാരണവശാലും തന്നെ നമ്മുടെ ഈ മാധ്യമ രംഗത്തിന് ചേർന്ന കാര്യമല്ല. അപ്പം പറഞ്ഞല്ലോ, എല്ലാ ആൾക്കാർക്കും നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ടാവാം. നേതാക്കന്മാരൊക്കെ ആയിട്ട് നമുക്കൊക്കെ നല്ല ബന്ധമുണ്ട്, പല നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ട്. അതുപോലെ നമ്മുടെ മാധ്യമ സ്ഥാപനത്തിലേക്ക് രാഷ്ട്രീയം ഉണ്ടാവാം. അത് നമ്മൾ ആ രീതി ചെയ്യുക. പക്ഷെ ഇതല്ല മാധ്യമപ്രവർത്തനം പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാരെ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നതല്ല, അതല്ല മാധ്യമപ്രവർത്തനം. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് എഴുത്തിനെയും വലിയ ഇഷ്ടമാണ്. ഫിക്ഷനെ ഇഷ്ടമാണ്, നോൺ ഫിക്ഷനെ ഇഷ്ടമാണ്. ഇപ്പോൾ ഫിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു ഏറ്റവും കൂടുതൽ ഇപ്പൊ ബാലസാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു 6 പതിപ്പ് RCC അത്ഭുത കുട്ടികൾ എന്നൊരു പുസ്തകം, RCC അത്ഭുത കുട്ടികൾ. അപ്പൊ അതൊക്കെ ഈ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേട്ടോ. കാരണം എന്താ വെച്ചാല് പലപ്പോഴും തന്നെ ഡെസ്കിലെ ആൾക്കാർ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ RCC-യിൽ രക്തം വേണം, അപ്പോൾ ഒന്ന് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ RCC-യിൽ ഏതാ രക്തം വേണം, പിന്നെ ഇന്ന നമ്പറിൽ ബന്ധപ്പെടുക പറഞ്ഞാൽ മൊബൈൽ നമ്പർ കൊടുക്കും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും എന്താ ചെയ്തു വെച്ചാൽ, അപ്പം ഞാൻ എന്താ വെച്ചാൽ പലപ്പോഴും തന്നെ എൻ്റെ B പോസിറ്റീവാണ്. അപ്പോൾ ഇതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അതെന്താ വെച്ചാൽ അവിടെ ആരെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ തന്നെ പല ആൾക്കാരും, ഓഫീസിനകത്ത് തന്നെ പല ആൾക്കാരും തന്നെ അവരുടെ ആർക്കെങ്കിലും വേണമെങ്കിലും ചെയ്യുന്ന കാര്യം ഇതാണ് ഇവിടേക്ക്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചില സമയത്ത് ആരും കിട്ടിയില്ല പറയുന്ന സമയത്ത് ഞാൻ RCC-യിൽ പോകാറുണ്ട്, ഓഫീസിലെ ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട്, പിന്നെ ഞാനും പോകാറുണ്ട്. അത് ഞാൻ ഇപ്പോഴല്ല, പണ്ട് തൊട്ട് തന്നെ. ഞാൻ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് DYFL ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരു
അവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്ലബ് ഉണ്ടായിരുന്നു. പഠിക്കുമ്പോൾ SFIയിൽ ബ്ലഡ് ഡൊണേഷൻ ക്ലബ്. അപ്പോൾ ഈ രക്തം എന്നത് പണ്ടുതൊട്ട് തന്നെ നമ്മുടെ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഞാൻ ഒരു തവണ ഈ RCCയിൽ പോയപ്പോൾ ഈ നമ്മുടെ ധാരണ എന്താ വെച്ചാൽ ഇതൊക്കെ കേരളയിൽ ഇഷ്ടംപോലെ ബ്ലഡൊക്കെ കിട്ടും, ഒരുപാടുണ്ട്. ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് എന്തോ ഓപ്പറേഷൻ ഉണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന, നമ്മുടെ ഇവിടുന്ന് കൊല്ലം കഴിഞ്ഞ് തേനി ആ ഭാഗത്ത് ഇവിടുന്ന് വന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടീൻ്റെ അടുത്ത് രക്തം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ചെറിയൊരു കുട്ടിക്ക് പോലും ഒരു 8 വയസ്സുണ്ടാവും. ഈ പലപ്പോഴും തന്നെ നമ്മളിങ്ങനെ ആൾക്കാർ കൊണ്ടുപോകുന്ന സമയത്ത് ആൾക്കാർ കൂടും, നിങ്ങൾ തരുമോ പറഞ്ഞാൽ ആ രീതിയിൽ കൂടും. എന്നിട്ട് ഇത് ഭയങ്കര, ഞാൻ എന്നിട്ട് അപ്പം അന്ന് ഒരു തവണ ഞാൻ അതേപോലെ രക്തം കൊടുക്കാൻ പോയ സമയത്ത് അവിടെ കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത സ്ഥലത്ത് റഫീഖ് എന്നൊരു പയ്യൻ, അവരെന്താ വെച്ചാൽ അവൻ തിരുവനന്തപുരത്ത് രക്തദാന ഇതൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അവിടെ അന്ന് ഇപ്പം ഉണ്ടോ അറിയില്ല കേട്ടോ, അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കുറെ നമ്പർ രക്തത്തിനായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ റഫീഖിന്റെ നമ്പർ ഉണ്ട്. അപ്പൊ ഈ റഫീഖിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഞാൻ അന്ന് തന്നെ റഫീഖുമായി ബന്ധപ്പെട്ടിട്ട് അത് റെഡിയാക്കി കൊടുത്തു. റെഡിയാക്കി അന്നത് ചെയ്യാൻ പറ്റി. പക്ഷെ ഇതിങ്ങനെ ഭയങ്കരമായിട്ടേ ഇങ്ങനെ നമ്മളതിനെ വേട്ടയാടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല പണ്ട് ഈ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുട്ടറെ കാര്യം പറഞ്ഞില്ല, അതുപോലെ ഇത് നമ്മളതിനെ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ RCCയിലെ ഈ കുട്ടികളുടെ ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, കുസുമ എന്ന് പറയും. അവർ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആണ്. അപ്പോൾ കുസുമ മാഡത്തിനെ ചെന്ന് കണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ച്, അപ്പോൾ അവരെന്നോട് ഇങ്ങനെ ഒരു ഫിക്ഷനായിട്ടൊരു സാധനം ചെയ്യുന്നത് നന്നായിരിക്കും പറഞ്ഞ് അങ്ങനെ അവിടെ പോയി ഇങ്ങനെ കുറേ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ദിവസം ഞാൻ അവിടെ ചെലവഴിച്ച് അങ്ങനെ RCCയിലെ അത്ഭുത കുട്ടികൾ എന്ന പേരിലൊരു ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതിപ്പോൾ ഇത്തവണത്തെ ഒരു ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ മത്സരത്തിൽ തിരുവനന്തപുരം ജില്ലയിലൊരു പുസ്തകമാണ്. അത് ഏതാണ്ട് 10,000 കോപ്പിയിലധികം പോയി, വായനശാലകൾ സ്കൂളുകളിലൊക്കെ പോയി. അതിപ്പോഴും എന്നെ പല ആൾക്കാരും വിളിക്കാറുണ്ട്. അതിനാണ് ഏറ്റവും നല്ല ബാലസാഹിത്യത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ അവാർഡ് ഭീമ ബാലസാഹിത്യ അവാർഡാണ്, ഭീമ. അത് കിട്ടി. പിന്നെ കുറേ അവാർഡുകൾ, നമ്മുടെ അബുദാബി ശക്തി അവാർഡ് കിട്ടി. അങ്ങനെ അത് ശ്രദ്ധിക്കപ്പെട്ടൊരു പുസ്തകം. എന്താ വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊരു സാധനം വരുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് മാത്രമല്ല അത് ഈ ക്യാൻസറിനെ പറ്റിയിട്ടും ബ്ലഡ് ക്യാൻസറിനെ പറ്റിയിട്ടൊക്കെ രക്തദാനം അതിനെപ്പറ്റി കുട്ടികളിലൊക്കെ അവയർനെസ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അത്തരം സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ വേറൊരു സാധനം ഞാനിവ ഈ കേരള തിരഞ്ഞെടുപ്പ് ചരിത്രവും ദേശീയ തെരഞ്ഞെടുപ്പ് ചരിത്രം, കേരള തിരഞ്ഞെടുപ്പ് ചരിത്രം, ദേശീയ തെരഞ്ഞെടുപ്പ് ചരിത്രം, തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം അത് അറിയില്ല പല ആൾക്കാർക്കും തന്നെ. നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രമുണ്ട്, ഇപ്പൊ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അത്തരം സാധനങ്ങൾ ഞാൻ 2 പുസ്തകം അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഈ ഗവേഷണാധിഷ്ഠിതമായിട്ടുള്ള സാധനം, അതിലൊന്ന് ഈ ദളിത് ആദിവാസി പ്രാതിനിധ്യം നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ എത്ര ഉണ്ട്, അതുപോലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ അതിനൊക്കെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഈ മുത്തങ്ങയിലെ വെടിവെപ്പ് 2002 മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നു. അപ്പൊ അന്ന് അതാരും തന്നെ അറിയാതെ ആ രീതിയിൽ നടക്കേണ്ട ഉൾവനത്തിൽ വെച്ചാണ് വെടിവെപ്പ് നടന്നത്. അന്ന് കൈരളിയുടെ അന്നത്തെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, ഈ മറ്റേ ഷാജി പട്ടണം എന്ന് പറയും. ഷാജി പട്ടണം ഈ അന്നത്തെ ക്യാമറ പറഞ്ഞ അന്നത്തെ ക്യാമറ പറഞ്ഞാൽ 10 കിലോ ആണ്. 10 കിലോ ആണ് ക്യാമറ, 10 കിലോ, അതിന്റെ സ്റ്റാൻഡ് 10 കിലോ. അപ്പൊ ഷാജി പട്ടണം എന്ന ആള് ഇത് നടക്കുന്നത് കണ്ടിട്ട് അവിടെ നടക്കുന്ന പോലീസ് ആക്ഷൻ നടക്കുമ്പോൾ പോലീസ് അറിയാതെ അടുത്തുള്ളൊരു മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അവൻ ഇത് ഷൂട്ട് ചെയ്തു. ഇന്ന് കാണുന്ന ദൃശ്യമില്ലേ, അന്ന് കൈരളിക്ക് മാത്രമാണ് അതിന്റെ ക്രൂരമായ ദൃശ്യം കിട്ടിയത്. അവൻ അതെല്ലാം ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇത് ആര് കണ്ടു? അവിടുത്തെ പോലീസുകാരൻ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട അന്ന് ആ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്തത് ഉത്തരേന്ത്യക്കാരായ പോലീസുകാരാണ്. അതുകൊണ്ടാണ് ഉണ്ടായത്. ഉത്തരേന്ത്യക്കാരായ പോലീസുകാരനാണ്, അവർക്ക് അറിയില്ല കേരളം എന്താ അറിയില്ല, അതുകൊണ്ടാണ് അത് ഇത്ര ഉണ്ടായത്. അവനത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഇവന് കൃത്യമായിട്ട് അറിയാൻ സംഗതി. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് 10 കിലോ വലിപ്പമുള്ള ഒരു ക്യാമറ, അതിനകത്തുള്ള കാസറ്റ് ഉണ്ട്. ഇപ്പൊ കാസറ്റ് ഇല്ലല്ലോ. ആ കാസറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുണ്ട്. ഇവൻ അവിടെ നിന്ന് താഴെ ഇറങ്ങുന്നതിന്റെ ഇടയ്ക്ക് അവനറിയാം താഴെ വന്നു കഴിഞ്ഞാൽ അവൻ അടിച്ച് പഞ്ചറാക്കുന്നറിയാം. അവിടുന്ന് താഴെ ഇറങ്ങുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു വെച്ചാൽ അവന്മാരുടെ കണ്ണുപെടാതെ ആ കാസറ്റ് മാറ്റി അവൻ വസ്ത്രത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ച് വേറൊരു കാസറ്റ് ഇട്ടു. അവിടെ വന്നു ആദ്യം ക്യാമറ പിടിച്ചു വാങ്ങിയപ്പോൾ ഉറക്കട പറഞ്ഞു തുറന്ന് ആ കാസറ്റ് എടുത്തോണ്ട് പോയി ഇവനെ അടിച്ച് പഞ്ചറാക്കി. ഇവൻ പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് വയനാട്ടിൽ നിന്നുള്ള അയക്കാനുള്ള സംവിധാനം ഇല്ല. വയനാട്ടിൽ നിന്നിട്ട് ഇവൻ
അടികൊണ്ട് അവൻ എന്ത് ചെയ്തു വെച്ച് കാസറ്റുമായി നേരെ ഓടി ഒരു KSRTC ബസ്സിന് കൈയാട്ടി, കോഴിക്കോട്ടേക്കുള്ള KSRTC ബസ് അവരുടെ കയ്യിൽ ഇത് കൊടുത്തയച്ച് കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്ന് വിഷിൽ കട്ട് ചെയ്ത് അന്ന് ക്ലിപ്പ് മെയിൽ എന്ന സംവിധാനം, ക്ലിപ്പ് മെയിൽ ഇവിടെ എത്തിയിട്ട് അന്നാണ് അവിടെ നടന്ന ക്രൂരത അറിഞ്ഞത്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അന്ന് അതിനുശേഷം അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയം. ദേശീയ തലത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇവിടെ വന്നു, വലിയ വിഷയമായി. മാത്രമല്ല ഭരണമാറ്റം ഉണ്ടായി 2004 മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ അന്നും പാർലമെന്റിൽ ഇത് ചർച്ചാ വിഷയമായി. അന്ന് ആദിവാസി വനാവകാശ നിയമം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും മുത്തങ്ങയിൽ നടന്ന ഈ സംഭവമാണ്. ആ മുത്തങ്ങയിൽ നടന്ന സംഭവം ശരിക്കും ജനങ്ങളെ എത്തിച്ചത് പറഞ്ഞാൽ ഈ കരളി ചാനലർ ഷാജി പട്ടണത്തിന്റെ ഈ സാധനമാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഈ ദളിത് എന്ന് പറയുമ്പോഴേ, നമ്മൾ ദളിത് ആദിവാസി എന്ന് പറയുമ്പോൾ ഒരു വശത്ത് അവരുടെ പ്രാതിനിധ്യം, രണ്ട് ഇത്തരം അടിസ്ഥാന വിഷയങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ എത്ര പങ്കുവഹിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് ആർക്കും അറിയില്ല. ഇപ്പൊ പോലും പലർക്കും അറിയില്ല ഇത്തരത്തിലുള്ള ഈ ഷാജി പട്ടണത്തിൽ പോലുള്ള ആൾക്കാർ നടത്തിയ ഇടപെടലുകൾ. അതുപോലെ അജിത്ത് ഏഷ്യാനെറ്റിന്റെ ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടറായിരുന്നു. അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ. അപ്പോൾ അതുപോലെ ഇങ്ങനെ നമ്മുടെ ദൂരദർശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ചെയ്ത ആള് ചാമിയാർ, അദ്ദേഹം ഈ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ അതുപോലെ ഇവരുടെ പ്രാതിനിധ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു സർവേ നടത്തിയിരുന്നു. അനൗദ്യോഗികമായി ഞാൻ എല്ലാ ചാനലുകളിലും ഒരു സർവേ നടത്തി. 2% താഴെയാണ്. 2% താഴെ. പലരും തന്നെ അവർക്ക് അവഗണന നേരിട്ടതായി പറയുന്നു. പിന്നെ അവഗണന നേരിട്ട് പിന്നെ അവർക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അവർക്ക് വേറെ ജോലികൾ കിട്ടുന്നു. അങ്ങനെ ഒരു സംഗതി ഉണ്ട് കേട്ടോ. ജോലി കിട്ടുമ്പോൾ മാറിപ്പോകുന്നു. പക്ഷെ അവരെ ഇതിൽ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതി ഇല്ല. ഞാനിപ്പോൾ 25 വർഷം എന്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംഗതി ഇല്ല. ഒരുപാട് വിഷയങ്ങൾക്ക് ഉണ്ടായിട്ട് ഇത് നിൽക്കാനായിട്ട് ഇതിനകത്തുള്ളൊരു പാഷണൽ സംഗതി വേണം. അത് സ്ഥായിയായി അവർക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഗവേഷണം നടത്തി മീഡിയ അക്കാദമി ഇത് TV-യിൽ എന്തുകൊണ്ട് കാളിജ്യോതി കറുപ്പന്മാരില്ല എന്നൊരു പുസ്തകം ഇറക്കിയിരുന്നു. ഈ കാളിജ്യോതി കറുപ്പൻ ആരാന്ന് വെച്ചാൽ അതായത് കേരളത്തിൽ ആദ്യത്തെ ദളിതനായ പത്രാധിപരാണ്. അയ്യങ്കാളി ഒരു പത്രം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അയ്യങ്കാളിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതിന്റെ പത്രാധിപർ ദളിതനാവണമെന്ന്. പക്ഷെ ഇന്നിപ്പോ എത്ര മാധ്യമ സ്ഥാപനങ്ങളിലെ നമ്പർ 1 പോസ്റ്റിൽ ഇപ്പൊ എത്രയോ കൂടിയല്ല, എത്ര സ്ഥാപനങ്ങളുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങൾ നമ്പർ 1 പോസ്റ്റിലുണ്ട്. 1. 2, ഈ ഉയർന്നു വരുന്ന ആൾക്കാരെ തന്നെ ഞാൻ ഇതിൽ മാത്രമല്ല കേട്ടോ, മാധ്യമരംഗത്ത് മാത്രം എല്ലാ മേഖലയിലും ഉയർന്നു വരുന്ന ആൾക്കാരെ ഏത് രീതിയിലാണ് അവർ വേട്ടയാടുന്നത്. ഇപ്പൊ വേടന്റെ കാര്യം തന്നെ നോക്കും. വേടനിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ, വേടനിപ്പോ ലഹരി ഉപയോഗിക്കുന്നത് അതൊക്കെ അതിനകത്തൊക്കെയുള്ള നടപടി എടുക്കുക, അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇന്ന് വരുന്ന വാർത്ത എന്താ വെച്ചാൽ വേടനെതിരെ NIA-ക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. വേടൻ നരേന്ദ്രമോദിക്കെതിരെ പാട്ടുപാടി എന്ന് പറഞ്ഞ് രാജ്യദ്രോഹം പറഞ്ഞ് ഈ പാലക്കാട്ടെ ഒരു നഗരസഭാ അംഗം BJP-ക്കാരെ NIA-ക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. വേടം ജാതി ഭീകരതയാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഈ തലത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ പക്ഷെ വേടന്റെ വിഷയത്തിൽ മാധ്യമങ്ങൾ എത്ര കണ്ട് ഈ സമീപനം കൈക്കൊള്ളുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അതെല്ലാം ഒരു വളരെ ആഴത്തിൽ പഠിച്ച് ഗവേഷണം നടത്തി മാത്രമല്ല അതിനുശേഷം നമ്മുടെ പല മാധ്യമ സുഹൃത്തുക്കളും തന്നെ പിന്നീട് ഇത്തരം വിഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന, ഒരു ഇന്റർവ്യൂ ഒക്കെ നടക്കുകയാണെങ്കിൽ അവർക്കൊരു പരിഗണന അത് നൽകാൻ തീരുമാനിച്ചു. മാത്രമല്ല മീഡിയ അക്കാദമി മുൻകൈ എടുത്ത് വലിയൊരു പ്രോജക്റ്റ് നടപ്പിലാക്കും. മീഡിയ അക്കാദമി ഇതിനുശേഷം മീഡിയ അക്കാദമി തന്നെ ഇത് വിഷയം ഗൗരവമായിട്ട് പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പട്ടികജാതി വകുപ്പ് മന്ത്രി രാധാകൃഷ്ണനാണ് ഇത് പ്രകാശനം ചെയ്തത്. അദ്ദേഹം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മന്ത്രി കീളു നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ മാധ്യമ സ്ഥാപനങ്ങളും ഓരോ ടെലിവിഷൻ ചാനലുകളും സർക്കാർ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ഈ ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ്, 1 വർഷത്തെ ഇന്റേൺഷിപ്പ്, അത് കഴിഞ്ഞ് അവർ നല്ല ആൾക്കാരാണെങ്കിൽ സ്ഥിരം ജോലി കൊടുക്കും. സ്ഥാപനങ്ങൾ ഒരു പ്രത്യേക പരിഗണന സ്ഥാപനം കൊടുക്കും. അപ്പൊ അത്തരത്തിലുള്ള ഈ വിഷയം എന്നത് നമ്മൾ കൊണ്ടുവരാൻ പറയുന്നില്ല. അതുപോലെ തന്നെ വേറൊരു വിഷയം ഇതേപോലെ ഞാൻ ഏറ്റെടുത്ത് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതും മീഡിയ അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടിയത് എന്താ വെച്ചാൽ അന്ധവിശ്വാസങ്ങളുടെ മാധ്യമ ചരിത്രം. അന്ധവിശ്വാസങ്ങളുടെ ഒരു ചരിത്രം നമുക്കറിയാം. കേരള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആദ്യകാലം തൊട്ടേ ഓരോരോ അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിനെതിരെ നമ്മുടെ ചെറുതിൽപ്പ് എന്തൊക്കെ, അങ്ങനെയുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പക്ഷെ അന്ധവിശ്വാസങ്ങളുടെ മാധ്യമ ചരിത്രം രേഖപ്പെടും. അതൊക്കെ വളരെ രസകരമാണ്. ഈ കേരളത്തിലെ ആദ്യത്തെ ഒരു ജ്യോതിഷ പ്രസിദ്ധീകരണങ്ങളുണ്ട്, ജ്യോതിഷ മാസിക എന്നാ പറയുക. ഈ ജ്യോതിഷ മാസിക തുടങ്ങിയ സമയത്ത് 40കളില് അന്ന് ഒരു വശത്ത് ഈ കമ്മ്യൂണിസം വളരെ കേരളത്തിൽ വേരുറപ്പിക്കുന്ന കാലമാണ്. അപ്പൊ ഇവരിങ്ങനെ ആലോചിച്ചു, ഈ എന്താണ് ഇതിന്റെ ഒരു സർക്കുലേഷൻ കൂട്ടാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അപ്പൊ എന്ത് ചെയ്തു വെച്ചാല് ഇവർ നേരെ ഒരു സാധനം ചെയ്തു. അന്ന് സ്റ്റാലിനൊക്കെ അന്ന് താരമായി നിൽക്കുന്ന സമയം ഒരു തവണത്തെ സ്റ്റോറി ഇതായിരുന്നു, ജോസഫ് സ്റ്റാലിന്റെ ഗ്രഹനില. ജോസഫ് സ്റ്റാലിന്റെ ജാതകം ഇതാണ്. ജോസഫ് സ്റ്റാലിന്റെ ജാതകം ഒന്നാം EMS സർക്കാർ അധികാരത്തിലേറ്റപ്പോ EMS സർക്കാരിന്റെ ഗ്രഹനില. എന്നിട്ട് നല്ല ഗംഭീരമായിട്ട് ഭരിക്കുന്നതാണ്. 5 വർഷം പൂർത്തിയാക്കുന്ന കൃതി. എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ചരിത്രമുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ പത്രാധിപ ഈ ഹലീമ ബീവി അറിയില്ല. ഇന്നത്തെ പുതുതലമുറ ആൾക്കാർക്ക്, എനിക്ക് പോലും, ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷമാണ് അത് മനസ്സിലാക്കാൻ പറ്റിയത്. അവരെന്ന് പറഞ്ഞാല് അവരുടെ വളരെ ചെറിയ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവരുടെ ഗ്രാമത്തില് ഒരു ഉസ്താദ് എന്ത് ചെയ്തു വെച്ചാല് വൈകിട്ട് മതപ്രഭാഷണം നടത്തില്ലേ, അതിനകത്ത് കയറി സ്ത്രീവിരുദ്ധത പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടുകാരികൾ കൊണ്ട് ആ പരിപാടി കലക്കിയ ആളാണ്. ആലോചിക്ക്. മാത്രമല്ല തിരുവല്ലയില് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിരുവല്ലയില് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുക. അന്ന് മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ടെങ്കിൽ പുരുഷന്മാരല്ലേ, അവരെയൊക്കെ മാറ്റി ഇവരായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് അവിടെ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയാണത്. പക്ഷെ ഇവരുടെ കാര്യങ്ങൾ അറിയില്ല. അതുപോലെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് അക്ഷയ തൃതീയ പറഞ്ഞാല് അത് 2000-ന് ശേഷം ഉണ്ടായതാണ്. നിങ്ങൾ നോക്കൂ, ഇതിന്റെ ഭാഗമായിട്ട് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ളത് തൊട്ട് ഇതേവരെയുള്ള എല്ലാ ഈ ജ്യോതിഷ പ്രസിദ്ധീകരണങ്ങളൊക്കെ പരിശോധിച്ചു. 2000 വരെ അങ്ങനെ ഒരു സാധനമില്ല. 2000-ന് ശേഷം ഉണ്ടായത് ഈ അക്ഷയ തൃതീയ എന്ന അന്ധവിശ്വാസത്തിന്റെ പിറകിലുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാല്, അത് മാധ്യമങ്ങളും ജ്വല്ലറികളും കൂടി ചേർന്നുണ്ടാക്കിയ അന്ധവിശ്വാസമാണ്. 3000 പണ്ട് അക്ഷയ തൃതീയ പറഞ്ഞാൽ ഒരു മുഹൂർത്തമുണ്ട്, ആ സമയത്ത് മാത്രം. ഇപ്പോൾ ഒരു ദിവസമാണ്. ഇനി നോക്കിക്കോ, 2 വർഷം കഴിയുമ്പോഴേക്കും ഒരു സീസൺ ആയിരുന്നു. 3000 കോടി രൂപയാണ്. 3000 കോടി രൂപയാണ് ഈ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ ജ്വല്ലറികളും മാധ്യമങ്ങളിലും ഒക്കെ പരസ്യം മാത്രം പോരാ, അതിനെ എഡിറ്റോറിയലൈസ് ചെയ്തുകൊണ്ട് അനുകൂലമായിട്ട് വാർത്തകൾ കൊടുക്കണം. ചാനലുകൾക്കൊക്കെ പരസ്യം. എന്നിട്ട് എന്താ വെച്ചാൽ കേരളത്തിലെ ഈ ആൾക്കാരെ മുഴുവനെ അവിടെ എത്തിക്കുകയാണ്. എന്നിട്ട് സ്വർണ്ണ വിൽപ്പന. ഇതിന്റെ ചരിത്രം ആർക്കും അറിയില്ല. അക്ഷയ തൃതീയ എങ്ങനെ ഉണ്ടായി എന്നതിന്റെ ചരിത്രം ഒരാൾക്കും അറിയില്ല. കൃപാസനം ലോകത്തെ ആദ്യമായിട്ടാണ്. കൃപാസനം പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ട്. അതങ്ങോട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ രോഗം മാറുന്നതാണ് കൃപാസനം. ഇതിന്റെ ചരിത്രം ആർക്കും അറിയില്ല. പണ്ടേപോലെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നില്ലേ, ഈ ലോലപ്പനമ്പാടന്റെ ഈ ഒരു ആത്മകഥയിലും സാധനമുണ്ട്. എന്താ വെച്ചാൽ ലോലപ്പനമ്പാടൻ അന്ന് മന്ത്രിയായിരിക്കുന്ന സമയം. അപ്പോ ഈ ഒരു തവണ 2 കന്യാസ്ത്രീമാര് വന്നു. എന്നിട്ട് ലോലപ്പനമ്പാടിനോട് പറഞ്ഞു, നമ്മുടെ മാഷെ നമ്മൾ ഇങ്ങനെ ഈ ഒരാളെ നമുക്ക് എന്ത് ചെയ്യണം, വിശുദ്ധയായി പ്രഖ്യാപിക്കണം. അപ്പൊ വിശുദ്ധയായി പ്രഖ്യാപിക്കണമെങ്കിൽ എന്ത് വെച്ചാൽ അനുഭവസ്ഥർ വേണം. അനുഭവസ്ഥർ എഴുതി സാക്ഷ്യപ്പെടുത്തി ഞങ്ങളുടെ അയച്ചു കൊടുക്കണം വത്തിക്കാനില്. എങ്കിൽ മാത്രമേ അവർ വന്ന് അന്വേഷിക്കുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം മന്ത്രി MLA മന്ത്രിയൊക്കെ ഇല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇങ്ങനെ നിങ്ങൾ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ആ പറയുന്ന പർട്ടിക്കുലർ ആളോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മന്ത്രി MLA പറ്റിയെന്നൊന്നും എഴുതിയൊരു ഇത് പറഞ്ഞ് 2 കന്യാസ്ത്രീകൾ വന്നു. അപ്പൊ എന്താ വെച്ചാൽ ലോലപ്പനമ്പാടൻ പറയുന്ന വെച്ചാൽ എനിക്കിങ്ങനെ നാളെ അറിയ പോലും ഇല്ല, പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാവരും കൂടി എതിരാവും. അപ്പൊ എന്താ വെച്ചാൽ ലോലപ്പനമ്പാടൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ഇത് ടൈപ്പ് റൈറ്റിംഗ് ഉള്ള സമയം കേട്ടോ, അവരുടെ ഒരു ലെറ്റർ ഹെഡ് എടുത്ത് കൊടുത്തിട്ട് അതിലെന്താ വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് കന്യാസ്ത്രീകൾ അവിടെ പോയി ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ലോലപ്പനമ്പാടൻ എന്ത് ചെയ്തു, അമ്പാടൻ മാഷ് സീലും വെച്ച് സംഗതി കൊടുത്തു. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ മനുഷ്യ ദൈവങ്ങൾ. ഇപ്പോൾ സത്യസായിബാബയെ പറ്റിയിട്ടൊക്കെ ഉള്ള രസകരമായ കാര്യം എന്ന് വെച്ചാൽ, പണ്ടൊരിക്കല് ഈ സായിബാബയുടെ സുവർണകാലത്ത് ഇവിടെ 91 തോന്നുന്നു, ഈ ഹൈദരാബാദിൽ വെച്ചിട്ട് സത്യസായി ഓഡിറ്റോറിയം പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടനം അത് ചെയ്യുന്ന ആരാറിയും നരസിംഹറാവു, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പിന്നെ ലോക്സഭാ സ്പീക്കർ, എല്ലാ ഇടതുപക്ഷത്തു നിന്ന് ഒഴികെയുള്ള എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി, എല്ലാ ആൾക്കാരും ഉണ്ട്. വലിയ പരിപാടി. ദൂരദർശൻ എന്ത് ചെയ്തു വെച്ചാൽ 4 ക്യാമറ പറഞ്ഞതൊക്കെ അറിയാലോ, അത്ഭുതമാണ്. ദൂരദർശന്റെ അവിടുത്തെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരെ ഇതിന്റെ കവറേജ് നന്നാക്കാനായിട്ട് വരികയാണ്. അപ്പൊ ആ സമയത്താണ് എന്ത് ചെയ്തു വെച്ചാൽ ഇതിന്റെ ഒരു ആർക്കിടെക്ട് ഉണ്ട്.
അപ്പോൾ ആർക്കിടെക്റ്റിന് അയാൾക്കൊരു മൊമെൻറ്റോ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്തു, സത്യസായിബാബ എന്ത് ചെയ്തു, അതിൻ്റെ ആർക്കിടെക്റ്റിന് ഒരു മൊമെൻറ്റോ കൊടുത്തിട്ട് നേരെ ഒരു സ്വർണ്ണ ചെയിനും കൊടുത്തു. ഇത് കൊടുത്തു, നേരെ എങ്ങനെ ആക്കി ഒരു സ്വർണ്ണ ചെയിനും കൊടുത്തു, കൂട്ടക്കൈകൾ. സത്യസായിബാബയുടെ ഒരു ദൈവിക ശേഷി. അത് കഴിഞ്ഞ് ഈ സാധനം നേരെ ദൂരദർശൻ വന്നിട്ട് അതിൻ്റെ എഡിറ്റർ എന്ത് ചെയ്തു വെച്ചത്, ഇതിങ്ങനെ ഒന്ന് സ്ലോ മോഷനിലിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ആ മൊമെൻറ്റോ ഇല്ലേ, ഈ മൊമെൻറ്റയുടെ ഉള്ളിൽ നിന്നാണ് ഈ സാധനം ഇങ്ങനെ എടുക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്തത് സാഹിബ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാവും. അപ്പോൾ എഡിറ്റർ എന്ത് ചെയ്തു വെച്ചാൽ നേരെ വിളിച്ചു, ഇത് ഭയങ്കര പ്രശ്നം പറഞ്ഞ് എല്ലാവരും വിളിച്ചു. മാത്രമല്ല ഡയറക്ടർ ഓടിയെത്തി കേട്ടോ. ഡയറക്ടർ ഓടിയെത്തി മാത്രമല്ല അവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആരും തന്നെ പുറത്തു പോകരുത്. മാത്രമല്ല അപ്പോഴേക്കും പ്രധാനമന്ത്രി ഓഫീസിലേക്ക് വിളിയെത്തിയെന്ന്. ഈ സത്യസായിബാബയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി ഓഫീസിലേക്ക് പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചു. എന്നിട്ട് എന്താ വെച്ചാൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിൻ്റെ അടുത്ത ദിവസം ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ ഹൈദരാബാദ് എഡിഷനിൽ വാർത്ത വന്നു. ഇവിടെ അങ്ങനെ ഇത് തട്ടിപ്പാണ്, ഇതിൻ്റെ വീഡിയോ ഉണ്ട് പറഞ്ഞ് വാർത്ത വന്നന്ന് തന്നെ ഈ ഹൈദരാബാദ് ടൗണിൽ ഇറങ്ങി എല്ലാ പത്രവും വാങ്ങിച്ചു. പെട്ടെന്ന് രാവിലെ തന്നെ വാങ്ങിച്ച് അത് കത്തിച്ചു കളഞ്ഞു. അതോടെ സംഗതി തീർന്നു. പിന്നെ നടക്കുന്നതെന്ന് വെച്ചാൽ 2 മാസം കഴിഞ്ഞിട്ട് വിദേശത്ത് ഒരുപാട് TV ചാനലുകളിൽ ഇത് പോവാണ്, ഈ ദൃശ്യം പോവാണ്. ഈ ദൃശ്യം ഒരുപാട്, ഇത് നമ്മുടെ പ്രേമാനന്ദ് ഉൾപ്പെടെയുള്ള യുക്തിവാദ നേതാക്കളുടെ കയ്യിലെത്തി. അവർ ഈ സാധനം വ്യാപകമായി പഠിക്കും. ഇന്ന് നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ പറ്റും. സത്യസായിബാബ മിറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസായിബാബ മിറാക്കിൾ ഗോൾഡ് ചെയിൻ അടിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ ഇപ്പോഴും അറിയില്ല. ഇങ്ങനെയുള്ള ആ ദൃശ്യം അവിടെ നിന്ന് അത് പുറത്ത് കിടച്ച ഒരാളുണ്ട്. അയാളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താ പറയുക, ഇതോടുകൂടിയാണ് സത്യസായിബാബയുടെ ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ സ്ഥലത്തെയും അദ്ദേഹത്തിൻ്റെ ആ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഒരുപാട് ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തിയിട്ട് ഒരുപാട് പേര് രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പല ഓഫീസുകളും പൂട്ടുന്നൊരവസ്ഥ ഉണ്ട്. ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളും ഇത് ഡോക്യുമെന്ററി ആക്കി ഇങ്ങനെ സംഭവം. ഇന്ത്യക്ക് പുറത്തുള്ള അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. പക്ഷേ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇത് ചോർത്തിയ ഇന്നത്തെ പോലെ ചോർത്തൽ എളുപ്പമല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ചോർത്തി പുറത്തു കൊടുത്ത ആ ആളാരാണ് ഇന്നും ആർക്കും അറിയില്ല. പക്ഷെ അയാളാണ് എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെ ഒരു നമ്പർ 1 ജേർണലിസ്റ്റ്. അത്തരം കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളുടെ മാധ്യമ ചരിത്രം. അപ്പൊ അതിനകത്തും നമ്മുടേതായുള്ള ഇടപ്പ് ഞാൻ പറഞ്ഞു. ശബരിമലയിൽ ഇപ്പൊ അറിയാലോ മകരവിളക്ക് എന്ന് പറഞ്ഞാൽ അതാരാണ് അവിടെ പോയിട്ട് ആദ്യമായിട്ട് ശബരിമലയിൽ പോയി ഇത് കത്തുന്നതല്ല, ഇത് തെളിക്കുന്നതാണ്. അത് ധനുവച്ചപുരം സുകുമാരൻ എന്ന് പറഞ്ഞ ഒരു യുക്തിവാദ നേതാവ്, അദ്ദേഹമാണ് 80-ൽ അവിടെ പോയിട്ട് ആദ്യമായി ഇത് ഫോട്ടോ പോയി ഇത് അറിയിച്ചത് അദ്ദേഹമാണ്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും അറിയാം. ഇതെന്താണ് ഇത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ കൊടുത്തതിനകത്ത് പറയുന്നത് ഇത് കത്തിക്കുന്നതാണ്, KSEB എല്ലാം ചേർന്ന് കത്തിക്കുന്നതാണ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുക, ഈ ശബരിമലയിലെ മകരവിളക്കിൻ്റെ അന്ന് ഒരു ചാനൽ വെച്ച് എല്ലാ ചാനലുകളും മകരജ്യോതി തെളിഞ്ഞു എന്നേ കൊടുക്കുള്ളൂ, കൈരളി തെളിച്ചു എന്നേ കൊടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ആ രീതിയിൽ ഇപ്പൊ നമ്മുടെ അമൃതാനന്ദമയിക്കെതിരെ ട്രേഡ് ബില്ലിന്റെ ആ ഒരു വെളിപ്പെടുത്തൽ അത് അറിയില്ല കൈരളി നടത്തി. അപ്പൊ ആ രീതിയിൽ ഇടപെടാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ മാർക്കറ്റും വിപണിയും ഈ അന്ധവിശ്വാസങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇവിടെ നടക്കുന്ന ഗരുഡൻ തൂക്കം എന്നൊക്കെ പറയില്ല, ഗരുഡൻ തൂക്കം, ആ തൂക്കം, പിള്ളത്തൂക്കം പറഞ്ഞ് പത്തനംതിട്ടയിലാണ് കഴിഞ്ഞ വർഷം ഒരു കുട്ടി താഴെ വീണു. തമിഴ്നാട്ടില് ഇപ്പൊ അടുത്ത് ഈ നമ്മൾ തീക്കനലിലൂടെ അങ്ങനെ ഓടുന്ന സംഗതി ഇല്ലേ, ഒരാൾ എന്ത് ചെയ്തു വെച്ചാൽ ഓട്ടം തെറ്റി അതിൽ വീണ് അയാൾ മരിച്ചു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്ന അന്ന് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവര് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പരസ്യം കൊടുക്കും, ആരും ഇതിലൊന്നും ചെയ്യില്ല. അപ്പൊ ഇത്തരം സംഭവങ്ങൾ, അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രം ഇതുകൂടി നമ്മൾ ജനങ്ങളെയൊക്കെ അറിയിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഈ അന്ധവിശ്വാസങ്ങളുടെ മാധ്യമ ചരിത്രം എന്നുള്ളൊരു പുസ്തകത്തിന്റെ ഒരു അവസാന പണിപ്പുരയിലാണ് ഇത്. എൻ്റെ അച്ഛൻ K. പത്മനാഭൻ, അച്ഛൻ അധ്യാപകനായിരുന്നു. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഞാങ്ങാട്ടിയ ഭാഗത്ത് ഒരു അധ്യാപകനായിരുന്നു. അമ്മ ദേവയാനി, അമ്മ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു. ഈ അച്ഛനും അമ്മയും രണ്ടുപേരും മരിച്ചുപോയി. പക്ഷേ അച്ഛനും അമ്മയും അറിയാലോ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒരു ബാല്യത്തിലോ കൗമാരത്തിലോ തന്നെ യാതൊരു രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല.
അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. എന്നെ നല്ല ഡിസിപ്ലിൻഡ് ആക്കിയതിൽ അവർക്ക് വലിയൊരു പങ്കുണ്ട്. ഈ അച്ചടക്കം എന്നുള്ള ജീവിതത്തിൽ ഒരു പത്രക്കാരനെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അച്ചടക്കമാണ്. അത് ജോൺ ബ്രിട്ടാസ് പഠിപ്പിച്ചൊരു പാടാണ്. ഞാൻ ട്രെയിനി ആയിട്ട് ഡൽഹി പോകുന്ന സമയത്ത് അതേ പറയുക, അച്ചടക്കം, ഡിസിപ്ലിൻ. ഒരു പത്രക്കാരന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ഡിസിപ്ലിൻ എന്ന സാധനമാണ്. അപ്പോൾ അതുണ്ടാക്കിയതിൽ ഇവർക്ക് രണ്ടുപേർക്കും വലിയ പങ്കുണ്ട്. അതുപോലെ എൻ്റെ ഭാര്യ അഭിഭാഷകയാണ്, ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പ്രണയവിവാഹമായിരുന്നു. പിന്നെ ഒരു മോൻ്റെ പേര് അമ്മദ് എന്നാണ് പേര്. മോനിപ്പോൾ LLBക്ക് പഠിക്കുന്നു, കുസാറ്റിൽ LLBക്ക് പഠിക്കുന്നു. അപ്പോൾ അവരൊക്കെ എനിക്ക് പൂർണ്ണമായ പിന്തുണ സഹകരണം നൽകുന്നു. ഇതാണ്. പിന്നെ എൻ്റെ ചേട്ടൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു, ചേച്ചി ഇവിടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ താമസം ഇവിടെ കല്ലയം പള്ളിമുക്ക് ഒരു സൗവർണിക അപ്പാർട്ട്മെൻറ്റിൽ, അതിനകത്തൊരു ഫ്ലാറ്റിനകത്താണ് ഞാൻ താമസിക്കുന്നത്.